السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين. أما بعد. സൂറത്തുൽ അൻആം 146. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وعلى الذين هادوا حرمنا كل ذي ظفر ومن البقر والغنم حرمنا عليهم شهومهما إلا ما حملت ظهورهما أو الحوايا أو ما اختلط بعظم ذلك جزيناهم ببغيهم وإنا لصادقون. فإن كذبوك فقل ربكم ذو رحمة واسعة ولا يرد بأسه عن القوم المجرمين. سيقول الذين أشركوا لو شاء الله ما أشركنا ولا آباؤنا ولا حرمنا من شيء كذلك كذب الذين من قبلهم حتى ذاقوا بأسنا. قل هل عندكم من علم فتخرجوه لنا إن تتبعون إلا الظن وإن أنتم إلا تخرصون. قل فلله الحجة البالغة فلو شاء لهداكم أجمعين. صدق الله العلي العظيم. ആദരണീയരായ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഅ്തികാഫിന്റെ നിയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നമ്മൾ ഇരിക്കുന്നത് നമ്മിൽ നിന്ന് അള്ളാഹു തആല സ്വീകരിക്കട്ടെ. നമ്മിലും അതുപോലെ നമ്മോട് ബന്ധപ്പെട്ടവരിലൊക്കെ ഉള്ള എല്ലാ രോഗങ്ങൾക്കും അള്ളാഹു പൂർണ്ണ ശിഫ നൽകട്ടെ. അള്ളാഹു തആല എല്ലാ മുസീബത്തുകളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും നമ്മളെ കാക്കുമാറാവട്ടെ. സൂയാലുക്കളുടെ ഷർറുകളിൽ നിന്നും മറ്റൊക്കെ അള്ളാഹു നമുക്കെല്ലാവർക്കും എല്ലാ നിലക്കും കാവൽ നൽകട്ടെ. എല്ലാവരുടെ ഉപജീവനത്തിലും അള്ളാഹു തആല വിശാലത നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ. നമുക്ക് സൂറത്തുൽ അൻആമിലെ 146-ാമത്തെ ഈ ആയത്ത് യഹൂദികളുടെ വലിയ ഒരു ആരോപണത്തിന് ഒരു മറുപടിയാണ് ഈ ആയത്ത്. അല്ലാഹു തആല നമുക്ക് അനുവദിച്ച ഒരു മൃഗമുള്ള ഒട്ടകം.
അറബികളെ സംബന്ധിച്ചിടത്തോളം, അറബികൾ എന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാഹു നമുക്ക് അനുവദിച്ചതാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബിമാരും ഒക്കെ ഈ ഒട്ടകത്തെ അറുക്കുന്നു, അതിൻ്റെ മാംസം മറ്റുള്ളവർക്ക് നൽകുന്നു, അവർ കഴിക്കുന്നു. ഇതങ്ങനെ ചെയ്യുമ്പോൾ യഹൂദികളുടെ ഇതിൽ വലിയ പ്രശ്നം ഉണ്ടാക്കി. യഹൂദികൾ പറഞ്ഞത്, നിങ്ങൾ ഇബ്രാഹിം നബിയുടെ മാതൃക പിൻപറ്റുന്നവരാണെങ്കിൽ പിന്നെ എങ്ങനെ നിങ്ങൾ ഒട്ടകത്തിന്റെ ഇറച്ചി എങ്ങനെ നിങ്ങൾക്ക് തിന്നാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അവർ പറയുന്നത് എന്താ വെച്ചാൽ, ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്ഹാഖ് നബിയുടെ മകനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒട്ടകത്തിന്റെ മാംസം തിന്നല് നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാണ് അവർ പ്രചരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒട്ടകത്തിന്റെ മാംസം തിന്നാതിരുന്നത് അത് അദ്ദേഹത്തിന് വേണ്ട എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് ചിലതൊന്നും ഇപ്പോൾ പറ്റൂലല്ലോ. അള്ളാഹു അനുവദിച്ചാൽ ചില താല്പര്യമുള്ളവർക്ക് തിന്നാ, അല്ലാത്തവർക്ക് ഒഴിവാക്കുക. അങ്ങനെയാണ്. ഇത് മാംസം മാത്രമല്ല, പല ഭക്ഷണവും അങ്ങനെയാണ്. കുറ്റപ്പെടുത്തരുത് എന്നുള്ളതാണ്. അള്ളാഹു അനുവദിച്ച ഭക്ഷണങ്ങളെ നമ്മൾ കുറ്റം പറയാൻ പാടില്ല. ഇപ്പൊ കയ്പ പറ്റാത്തവരുണ്ടാവും പച്ചക്കറിയുടെ കൂട്ടത്തിൽ. എന്നാൽ ചിലർക്കത് ഭയങ്കര താല്പര്യമായിരിക്കും, ഭക്ഷണത്തിന് അത് നിർബന്ധമായിട്ടും വേണ്ടി വരും. അപ്പോൾ തീരെ താല്പര്യമില്ലാത്ത ആളിനെ കുറ്റപ്പെടുത്തണ്ട, കഴിക്കാതിരിക്കുക. അപ്പൊ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒട്ടകത്തിന്റെ മാംസം താല്പര്യമില്ലാത്തതുകൊണ്ട് മൂപ്പര് കഴിച്ചിട്ടില്ലായിരുന്നു. അത് പക്ഷെ അതെന്താ വെച്ചാല് അത് തെറ്റായൊരു ധാരണ ഇവര് അത് കാരണത്താൽ ഉണ്ടാക്കി. അത് തിന്നാൻ പറ്റൂല എന്നുള്ള ഭാഷ. അതിലാണല്ലോ ഇസ്രായേലികൾ വരുന്നത്. യാക്കൂബ് നബിയുടെ പേരാണല്ലോ ഇസ്രായേൽ എന്ന്, യാക്കൂബ് നബിന്റെ പേരാണ്. അതിൽ വന്ന ഇവര് നബിയുടെ കാലഘട്ടത്തിലുള്ള ബനു ഇസ്രായേലിൽപ്പെട്ട ആളുകൾ പറയാണ്, ഞങ്ങളെ പ്രവാചകന്മാർ തിന്നാത്ത സാധനമാണ് ഒട്ടകം. നിങ്ങളെല്ലാ പ്രവാചകന്മാരെയും അംഗീകരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവരാണെങ്കിൽ എങ്ങനെ ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നുന്നത്? പിന്നെ യഹൂദികൾക്ക് അല്ലാഹു തആല ചിലത് നിഷിദ്ധാക്കിയിരുന്നു. അതിന് കാരണമുണ്ട്. അത് അവരുടെ കയ്യിലിരിപ്പ് കാരണം ഒരു പണിഷ്മെന്റ് നൽകിയതാണ് അല്ലാഹു. ഒരു വല്ലാതെ അതിര് വിട്ട് പ്രവർത്തിച്ചപ്പോ മറ്റു എല്ലാ പ്രവാചകന്മാർക്കും സമൂഹത്തിനും അല്ലാഹു തആല അനുവദിച്ച ചിലത് നല്ലത് യഹൂദികൾക്ക് ജൂതന്മാർക്ക് അല്ലാഹു തആല നിഷിദ്ധാക്കിയിരുന്നു. എന്തിനാ വെച്ചാൽ ഒരു വല്ലാതെ കളിച്ചപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, വല്ലാതെ എതിർ നിൽക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, പല നിലക്കുമാണ്. ചിലർക്ക് ജയിലേക്കാരം കൊടുക്കുക, ചിലർക്ക് അവരിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കലായിരിക്കും, ഫൈൻ അടക്കലായിരിക്കും. ഇങ്ങനെ കണ്ടല്ലോ. എന്നതുപോലെ യഹൂദികൾ വല്ലാതെ അതിര് വിട്ട് പ്രവർത്തിച്ചപ്പോ നേരത്തെ അവർക്ക് അല്ലാഹു തആല ചിലതൊക്കെ നിഷിദ്ധാക്കി. അത് അവരോട് മാത്രം ബാധിക്കുന്നതാണ്. എന്നിട്ട് അവര് നമ്മളോട് പറയാണ്, നിങ്ങളെന്താ നിന്ന്, നിങ്ങളെന്താ അത് നിന്ന്. കാരണം നമ്മളോട് അല്ലാഹു തിന്നാൻ പറഞ്ഞ യഹൂദികൾക്ക് ചിലത് ഒരു സ്വയം ഉണ്ടാക്കിയതാണ്. എന്ത്, അത് പാടില്ല, അതാണ് ഒട്ടകത്തെ പാടില്ല പറഞ്ഞത്. അങ്ങനെ കുറെ കാര്യങ്ങൾ. ഈ ഒരു ഘട്ടത്തിലാണ് അല്ലാഹു തആല നമ്മൾ ഓതി വെച്ച 146-ാമത്തെ ആ ആയത്ത് അതിന് മറുപടി ആയിട്ട് ഇറക്കുന്നതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅലല്ലദീന ഹാദൂ ഹറംനാ കുല്ലദീ ളുഫുർ. വഅലല്ലദീന ഹാദൂ, യഹൂദികളായ ആളുകളുടെ മേൽ ഹറംന, നാം നിഷിദ്ധമാക്കിയിരുന്നു. എന്ത്? കുല്ലദീ ളുഫുർ, നഖമുള്ള എല്ലാ ജീവികളെയും അവർക്ക് നിഷിദ്ധമാക്കിയിരുന്നു. നഖം, ആ നഖമുള്ള എല്ലാ ജീവികളെയും നാം അവർക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. നമുക്കങ്ങനല്ല. എന്നാൽ അത് അവർക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അതെന്താണ് അതിന്റെ കാരണം ശേഷം പറയുന്നത്. ومن البقر والغنم حرمنا عليهم شحومهما. അതുപോലെ മാട്, ആട് വർഗങ്ങളിൽ നിന്ന് അവരുടെ മേലിൽ ആടുകളുടെയും മാടുകളുടെയും കൊഴുപ്പിനെയും അവർക്ക് നിഷിദ്ധമാക്കി. നമുക്കൊന്നും നിഷിദ്ധമല്ല. ആടിന്റെയും അതുപോലെ തന്നെ പിന്നെ പശുവിന്റെ ഒന്നും കൊഴുപ്പ് നമുക്ക് നിഷിദ്ധമല്ല. അതും ഇവർക്ക് യഹൂദികൾക്ക് നിഷിദ്ധമാക്കി.
ഏതൊഴികെ? ഇല്ലാ മാ ഹമലത് ളുഹൂറുഹുമാ, ആട് മാട് രണ്ട് വർഗത്തിന്റെയും മുതുകിലുള്ള ഇതൊഴികെ അത് ഓൽക്കാൻ ഉപയോഗിച്ചു കൊഴുപ്പ്. അവിൽ ഹവായ, കുടലുകളിലുള്ളതും. ഔ മഖ്തലത ബിഅളം, അതുപോലെ തന്നെ ആടുമാടുകളുടെ എല്ലുകളോട് അസ്ഥികളോട് കൂടി നിൽക്കുന്ന പിന്നതിനെയും അതിനെയും ഓൽക്കാൻ അനുവദിച്ചു. അതല്ലാത്തത് കൊഴുപ്പുകൾ ഓൽക്ക് നിഷിദ്ധാക്കി. അപ്പോ ആടിന്റെയും മാടിന്റെയും മുതുകിലുള്ളതും കുടലുകളിലുള്ളതും അതുപോലെ തന്നെ എല്ലുകളോട് ചേർന്ന് നിൽക്കുന്ന ചുറ്റി നിൽക്കുന്ന കൊഴുപ്പുകളും അത് അനുവദിച്ചു മൂന്നും, ബാക്കിയൊക്കെ ഓരമേൽ നിഷിദ്ധാക്കി. എന്താണ് ഇതിന്റെ കാരണം എന്നറിയോ? ذَلِكَ جَزَيْنَاهُمْ بِبَغْيِهِمْ, അവരുടെ ചില ദുർമാർഗം കാരണം, തെറ്റായ പ്രവർത്തനം കാരണം അതിനുള്ള പ്രതിഫലമാണ്. وَإِنَّا لَصَادِقُونَ, അല്ലാഹു തആല പറയാണ് നാം സത്യം പറയുക തന്നെയാണ്. ശരിക്ക് അതിന്റെ അർത്ഥം വഇന്നാ ലസാദിഖൂൻ, നിശ്ചയമായിട്ടും നാം സത്യം പറയുന്നവരിലാണെന്നാണ് ബഹുവചന രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഉദ്ദേശം ഞാൻ സത്യാണ് പറയുന്നത് എന്നാണ്. നാം എന്നുള്ള ഒരു ബഹുമാനപൂർവ്വം വരേണ്ടതാണ്. അതല്ലെങ്കിൽ അതിന് വേറെ അർത്ഥമുണ്ട്. നാം സത്യാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തുടർന്ന് അള്ളാഹുവിന്റെ അമ്പിയാക്കളും അമ്പിയാക്കൾക്ക് ശേഷം ആലിമീങ്ങളും ഒക്കെ ആ സത്യം തന്നെയാണ് കാലാകാലം പറയുക എന്നതിനാണ് അങ്ങനെ പ്രയോഗിച്ചതെന്നാണ്. എന്താവട്ടെ, ഇവിടെ ഇപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ ദുനിയാവിൽ തന്നു. അത് ധാന്യങ്ങളാകട്ടെ, പഴങ്ങളാകട്ടെ, പച്ചക്കറികളാകട്ടെ, മത്സ്യമാകട്ടെ, മാംസമാകട്ടെ. ഇതിന്റെ ബാക്കി കുറെ നമ്മൾ നേരത്തെ വിശദീകരിച്ചു പോയി. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞു അനുവദിച്ചതും അനുവദിക്കപ്പെടാത്തതൊക്കെ അതിനൊരു ബാക്കിയാണ്. അപ്പോൾ അതിനോടനുബന്ധമായിട്ടാണ് ഇവരുടെ ഈ ഒരു തെറ്റായ വാദത്തിന് അള്ളാഹു മറുപടി കൊടുക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കിതൊക്കെ അനുവദിക്കപ്പെട്ടതാണ്. പക്ഷെ ഇവർക്ക് ഇതിൽ ചില കണിശമായ നിലപാട് അള്ളാഹു സ്വീകരിക്കാൻ കാരണം അവർ വല്ലാതെ ധിക്കാരം കാണിച്ചുകൊണ്ടാണ്. എന്താണ് ഒരു ധിക്കാരം കാണിച്ചതെന്ന് അള്ളാഹു പറയുന്നത് സൂറത്തുൻ നിസായിലാണ്. നിസായിലെ 160 ആയത്ത് നോക്കി. ആയത്ത് 103 പേജിൽ. بسم الله الرحمن الرحيم فبظلم من الذين هادوا حرمنا عليهم طيبات أحلت لهم وبصدهم عن سبيل الله كثيرا وأخذهم الربا وقد نهوا عنه وأكلهم أموال الناس بالباطل وأعتدنا للكافرين منهم عذابا أليما. ഇതാണ് പിന്നെ നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ ആ ബഗി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിന്റെ ഒരു വിശദീകരണമാണ്. എന്താണ് അവരുടെ ആ ധിക്കാരം എന്താണ്, എന്തുകൊണ്ടാണ് ഓൽക്ക് അങ്ങനെ അള്ളാഹു ബാക്കിയുള്ളവർക്ക് അനുവദിച്ചത് ഓൽക്ക് അനുവദിക്കാതിരുന്നത് എന്നുള്ളതിന്റെ കാരണം പറയണം. ഫബിളുൽമിൻ മിനല്ലദീന ഹാദൂ, ജൂതന്മാരായ ആളുകളിൽ നിന്നുണ്ടായ അതിക്രമം കാരണം, ധിക്കാരം കാരണം, ഹറംനാ അലൈഹിം, അവരുടെ മേലിൽ നാം നിഷിദ്ധമാക്കി. എന്ത് നോക്കൂ, ഹറംനാ അലൈഹിം ത്വയ്യിബാത്തിൻ.
ഹറംന അലൈഹിം ത്വയ്യിബാത്തിൻ, അവരുടെ മേലിൽ നാം നല്ലതിനെ നിഷിദ്ധമാക്കി. നോക്കൂ, നല്ലതിനെ നിഷിദ്ധമാക്കി. ഉഹില്ലത് ലഹും, നോക്കൂ, അതായത് അനുവദിക്കപ്പെട്ട നല്ലതുണ്ടല്ലോ അതിനെ യഹൂദികളുടെ മേലിൽ നിഷിദ്ധമാക്കി. എന്താണ് അതിന്റെ കാരണം? അല്ലാഹു തആല പറയാണ്, വബിസദ്ദിഹിം അൻ സബീലില്ലാഹി കസീറാ, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന്, ആ വഴിയിൽ നിന്ന് ധാരാളം ജനങ്ങളെ ഒരു പ്രതിരോധിച്ചു. ഒരു കാരണം അതാണെന്നാണ്. പരമാവധി അള്ളാഹിന്റെ മാർഗത്തിലേക്ക് ആളുകൾ വരുന്നത് ഒരു ബ്ലോക്കാക്കാൻ നോക്കി. അപ്പോൾ ഒരു അള്ള ബ്ലോക്കാക്കി. അങ്ങനെ ഉണ്ടല്ലോ, നല്ല മാർഗത്തിലേക്ക് ആളുകൾ വരുന്നത് ഒരു തടയാൻ ശ്രമിച്ചു. ഹിദായത്ത് ആളുകൾക്ക് കിട്ടുന്നത് അതുപോലെ തെറ്റായ രൂപത്തിൽ ആളുകളെ തിരിച്ചുവിടുകയാണ്. ഇതാണ് ഒരു ബഗി എന്ന് പറയേണ്ട ഒന്നതാണ്. മറ്റൊന്ന് നിഷിദ്ധമാക്കപ്പെട്ട പലിശയെ അവർ വാങ്ങി. ഇതാണ് ഒന്ന്. പലിശ എല്ലാ കാലത്തും നിഷിദ്ധമാണ്. ആ പലിശ അത് നല്ലോണം ഉപയോഗിച്ചു യഹൂദികൾ. അതാണ് ബ്ലോക്കാക്കാനുള്ള ഒരു കാരണം. അവിടെയൊക്കെ ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. അത് അവർക്ക് മാത്രമല്ല, പലിശ എന്നുള്ളത് അത് ഒരു ഗുരുതരമായ തെറ്റാണ്. ഒരു ഗുരുതരമായ തെറ്റ്. ഇപ്പോൾ സാമ്പത്തിക മേഖലയിൽ ഇസ്ലാമിന്റെ ആ നിലപാട് ലോകം അംഗീകരിക്കുകയാണെങ്കിൽ എത്ര ആളുകൾ രക്ഷപ്പെടും? ഇതൊക്കെ ഇങ്ങനെ മുടിനാരിയായി കീറി പിന്നെ വിശദീകരിക്കുന്നവരും വിമർശിക്കുന്നവരും ആളുകളൊന്നും ഈ ബാങ്കുകളിൽ നിന്നൊക്കെ ഇന്ന് ആധുനിക രൂപത്തിൽ കടമെടുത്തവരും പലിശ അടക്കാൻ കഴിയാത്തവരും വളഞ്ഞിയിൽ കുടുങ്ങിയതുപോലെ കുടുങ്ങി അവസാനം ജപ്തി ചെയ്യപ്പെട്ട് വഴിയാധാരമായവര്, എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തവര്, ഇതിനെ പറ്റിയൊന്നും കാര്യമായ ചർച്ചകളൊന്നും നടക്കാറില്ല. ശരിക്കും ശംഖ് കൊല്ലിയിൽ പിടിച്ചു നിൽക്കുന്നത് പോലെ ലോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിലിങ്ങോട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത കൂടുതൽ കടത്തിൽ പെട്ടുപോകുന്നൊരവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇസ്ലാം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അൽ ബഖറയിലൂടെ ഈ കാര്യം പറയുന്ന കാലത്ത് അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന സമ്പ്രദായം എന്താ വെച്ചാൽ ചെറിയ പരിപാടികൾ ഇങ്ങനെ കടം കൊടുക്കുക, എന്നിട്ട് അത് കടം കൊടുക്കുക. ബിസിനസ്സിൽ നമ്മളിപ്പോൾ കച്ചവടത്തിന് നമ്മൾ പൈസ ഇറക്കിയിട്ട് ചരക്ക് വാങ്ങിയിട്ട് ആ ചരക്ക് വിറ്റിട്ടുള്ള ലാഭം എടുക്കുന്നത് എന്നതുപോലെയുള്ളപ്പോൾ പൈസ കടം കൊടുക്കുന്നതും അതിപ്പോൾ ഒരു കച്ചവടം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇന്നത്തെ വട്ടിപ്പലിശയുടെ ഒരു രീതി. കുറച്ച് കടം കൊടുക്കും, എന്നിട്ട് ഓരോരുത്തന്ന് കുറച്ചേറെ വാങ്ങും. അതുപോലെ തന്നെ കുടുങ്ങിയ സമയത്തല്ല എന്ന് കിട്ടിയതല്ല എന്നുള്ള ആൾക്ക് കുറച്ചേറെ കൊടുക്കും ചെയ്യും. ഇതിനെയാണ് ആദ്യമായിട്ട് ഇസ്ലാം എന്ത് ചെയ്ത് കണിശമായിട്ട് ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു. മാത്രമല്ല അതിന് ഭയങ്കര പാപമാണ്, കുറ്റമാണ്. പരലോകത്ത് അവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. കാരണം സാമ്പത്തിക തിരിമറിയുള്ളോ അത് ഭക്ഷണത്തിലേക്കാണ് മിക്കവാറും പോവുക. അതുകൊണ്ട് തന്നെ വയറ് വല്ലാതെ ഉയർന്നു വരും, മല പോലെ. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല, ബാലൻസ് കിട്ടൂല. ബർസഖിയായ ലോകത്ത് അവർക്കുള്ള ശിക്ഷ പ്രവാചകർ വിശദീകരിച്ചിട്ടുണ്ട്. അത് രക്തപ്പുഴ നീന്തി കിടക്കുകയാണ്. ഈ പല തെറ്റുകൾക്കും പല രീതിയിലാണ് ശിക്ഷ. രക്തപ്പുഴ നീന്ത, അതാണ് അവന്റെ അനുഭവം. അതേക്കാരം ഖബറിൽ കിടക്കുമ്പോൾ അവന്റെ അനുഭവം അതാണ്. എങ്ങനെ ഇപ്പൊ ഇതിന്റെ രീതിയെന്ന് നമുക്കറിയില്ല. നമ്മളോട്ട് ഖബർ തുറന്നിട്ട് കാണൂല. അങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട്. പലിശയുമായി ബന്ധപ്പെട്ട് ഇതൊന്നും ഇപ്പൊ നമ്മളെ തെറ്റ് തിരുത്തു തന്നാലും ഇപ്പൊ ഇന്ന് കുറെ അങ്ങനെ കടം ഏറെ വാങ്ങിയ ആളുകൾ ഒരു സുപ്രാത്തിൽ തോപ ചെയ്തുകൊണ്ട് കാര്യമില്ല. ഹക്കടപാടല്ലേ, ഇതൊക്കെ തീർക്കണ്ടേ പറഞ്ഞാണ്ട് അങ്ങനെ തീർത്തോലൊക്കെ ഉണ്ട് കേട്ടോ. തെറ്റ് മനസ്സിലായി തിരുത്തിയിട്ട് അയാള് നേരത്തെ വാങ്ങിയൊക്കെ തിരിച്ചു കൊടുത്ത ആളുകളൊക്കെ നമ്മളറിവ് തന്നെ ഉണ്ട്. ചിലർക്ക് ഇനി തിരിച്ചു കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണെന്നുള്ള അവിടുന്ന് അങ്ങോട്ട് നന്നായോലുണ്ട്. അല്ലാഹു അലം ബാക്കി എന്താണല്ലോ. ഖുർആന് ഇത് നിഷിദ്ധമാക്കിയപ്പോൾ അതുവരെയുള്ളൊക്കെ പഠിച്ചാൽ പുറത്തെടുത്തു. ഇനി പറ്റൂല.
ഇനി അതിൽ വകുപ്പില്ല. നമ്മൾ കുറേ കാലം ചില ആൾക്കാർ അങ്ങനെ ഉണ്ടായി, നല്ല സമയത്തൊക്കെ നല്ല അടിച്ച് മിന്നി ഇതായിക്കാണ്ട് പിന്നെ ഇനിയിപ്പോൾ മതി, കുട്ടികളൊക്കെ വലുതായല്ലോ, ഇനി ഇവിടെ നാട്ടിലേക്ക് പരീക്ഷ ഒന്നും ഇല്ല, അറിയാൻ പറ്റില്ല. അത് ആരടുത്തു നിന്നൊക്കെ വാങ്ങിയൊക്കെ ശരിക്ക് വലിയ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ പരസ്യം കൊടുക്കേണ്ടി വരും. കൊണ്ട് വാങ്ങിയാലൊക്കെ വന്നോളി പറഞ്ഞാണ്ട് അതൊക്കെ ആൾക്കാർ എങ്ങനെയൊക്കെ പരസ്യം കാണും ചെയ്യും, വരും ചെയ്യും. ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ എല്ലാ കാലത്തും പ്രശ്നമുള്ളതാണ്. യഹൂദികള് പരീക്ഷയുമായിട്ട് നല്ല ബന്ധപ്പെട്ടു. അതാണ് അവർക്ക് അള്ളാഹു തആല. ഇനി വേറെ കാര്യം പറയാം, നമുക്കൊന്നും ഈ പായത്തിറങ്ങൂല. ഇതുപോലുള്ള പണിഷ്മെന്റ് അള്ളാഹു തആല വേറെ ദുനിയാവും തന്നെ പരീക്ഷക്കാർക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഖുർആനിൽ അള്ളാഹു എന്ത് പറഞ്ഞത്, പിന്നെ യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്, അങ്ങനെ ഖുർആൻ പറഞ്ഞത്. പലിശയെ അള്ളാഹു മായ്ക്കും, ദാനധർമ്മത്തെ അള്ളാഹു പരിപോഷിപ്പിക്കും. കാരണം ആളുകൾ അന്ന് പറഞ്ഞത് മുഹമ്മദ് നബിയുടെ ഈ സിദ്ധാന്തം ദാനം നല്ലോണം ചെയ്യാൻ പറയാ, പലിശ വാങ്ങാൻ പാടില്ല എന്ന്. അപ്പൊ ഇത് മുതൽ കമ്മിയാകല്ലേ എന്ന് പറഞ്ഞത്. അപ്പൊ അതിന് അള്ളാഹു മറുപടി കൊടുക്കണം, അങ്ങനല്ല. പലിശ പ്രത്യക്ഷത്തിൽ നല്ല വരുമാനക്കാരം, പക്ഷെ മായ്ക്കും എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നുകിൽ അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവന്റെ കുട്ടികളുടെ ജീവിതത്തിൽ അത് പൊളിയുന്നത് കാണാന്നുള്ളതാണ്. ഓന്റെ ജീവിതത്തിൽ തന്നെ ഓൻ പറ്റണ്ട് പാപ്പരായി പോകുന്നത് കാണാം, അല്ലെങ്കിൽ കുട്ടികൾ എന്തായിരുന്നാലും അതുകൊണ്ട് അടങ്ങാറോ. അങ്ങനെ എത്രയോ ആൾക്കാരുണ്ടല്ലോ, ഈ മുൻഗാമികള് ഹക്കും ബാത്തിലും നോക്കാതെ വാങ്ങിയ സ്വത്ത് ആ ഒരു സുഖം കിട്ടൂല, അത് ബർക്കത്തുണ്ടാവില്ല. എങ്ങനെയെങ്കിലൊക്കെ പിടിച്ചടക്കിക്കാണ്ട് ആ മുതലിൽ എന്തുണ്ടാവില്ല പറയാം. അധ്വാനിച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ അതിൽ വലിയ ബർക്കത്ത് വയ്ക്കാം. അതല്ലാതെ ഉണ്ടല്ല ഈ പിടിച്ചടക്കിയിട്ടും മറ്റൊക്കെ അനാവശ്യമായിട്ട് അങ്ങനെ അന്യായമായിട്ട് അത് യംഹഖുല്ലാഹു റിബ പറഞ്ഞാൽ അതിന്റെ പരിധിയിൽ ഒരുപാട് വരുന്നുണ്ട്. അത് മായ്ക്കും എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പൊ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. കാരണം ലോട്ടറി ഒക്കെ അതിന്റെ ഒരു ഭാഗമാണ്, അതൊക്കെ നമ്മൾ കാണുന്നതാണ്. എത്ര കോടികൾ കിട്ടിയാലും അവസാനം ഇവര് പാപ്പരായി ഇരിക്കുന്ന വീട് വരെ നഷ്ടപ്പെട്ട് സമാധാനമില്ലാതെ ആൾക്കാരെ പരിഹാസം തീരൂല്ല. അതാണല്ലോ ആളുകളുടെ പരിഹാസം അങ്ങനെ തന്നെ നിലക്കും ചെയ്യും. ഇനി ഓ അധ്വാനിച്ചുണ്ടാക്കിയാലും ഇത് പണ്ടത്തെ ലോട്ടറി അല്ലേ എന്ന് പറയും ചെയ്യും. അതാണല്ലോ, ഒരു സുഖം കിട്ടില്ല. അപ്പൊ നമ്മള് ഈ ഖുർആൻ പറയുന്നത് തന്നെയാണ് അതിന്റെ വളരെ കറക്റ്റാണ്, അത് സത്യമാണ്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് പറ്റാത്തൊരു സംഗതിയാണ് ഇവര് അതുമായിട്ട് ബന്ധപ്പെട്ടു. അതാണ് ഒരു കാരണം. നോക്കൂ, അപ്പോ ഇനി എന്താണെന്ന് അറിയോ, മറ്റൊന്ന് നോക്കൂ. അന്യായമായി ജനങ്ങളുടെ ധനം തിന്നു അവര്. അതായത് വെറും പരീക്ഷ മാത്രമല്ല, അന്യായമായി ജനങ്ങളെ പറ്റിച്ചു തിന്നു. അതാണ് അവർക്കുള്ള ഒരു പ്രശ്നം, അന്യായമായിട്ട്. അപ്പോ അതിന്റെ വിശദീകരണത്തിൽ കാണാൻ കഴിയുന്ന ഈ അന്യായമായി തിന്നത് എങ്ങനെയാ വെച്ചാല്, പിതാക്കൾ മരിച്ച പിന്നെ ഒരു വീട്, അവിടെ അനാഥകളായ കുട്ടികളായിരിക്കും. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വാപ്പാന്റെ മുതലിനെ പറ്റി അത്ര കുട്ടികളാവുമ്പോൾ അങ്ങനെയുള്ള വലിയ കാഴ്ചപ്പാടൊന്നും ഉണ്ടാവില്ല. ആ മുതൽ അപഹരിക്കാം. അയാൾ മരിച്ചല്ലോ, ഇതൊക്കെ ഇന്ന് നടക്കുന്ന സംഗതികളാണ്. അവിടെ ചോദിക്കാനും പറയാനും ആളില്ല. യഥ മാറ്റിയൊക്കെ ഉണ്ടോലൊക്കെ ഉണ്ട്. മെല്ലെ ഇങ്ങനെ മെഴുകുതിരി കത്തിച്ച് വെച്ചുകാണ്ട് യഥ മാറ്റിയത് എന്റെ അനുഭവത്തിലുണ്ട്. ഞാൻ അറിഞ്ഞു, രാത്രി മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അപ്പൊ എന്താ വെച്ചാല് സ്ഥലം ഇങ്ങനെ കിടക്കണ്ടേ, പിന്നെ എങ്ങനെയാണ് ഇയാളെ പരിപാടി എന്താ വെച്ചാൽ കുറച്ചീച്ച ഇങ്ങനെ ഇടിച്ചു. ഒന്നായിട്ട് ഇടിച്ചാൽ അറിയാലോ, ഒരു ഇങ്ങനെ ഇതാക്കലാണ്, പൊത്താക്കലാണ്. ഇയാളെ സ്ഥലം അടിയിലാണ്, ഇങ്ങനെയാണ് മാന്തം. അപ്പൊ ഇങ്ങനെ ഇടിച്ചു, പിന്നെ എങ്ങനെ മാന്തം തീർച്ചയായും പരിപാടി തന്നെ. എന്നിട്ട് അവസാനം പിന്നെ അതുകൊണ്ടൊക്കെ ആകെ ഇടങ്ങാറാവും. എത്ര ആൾക്കാർ അങ്ങനെയൊക്കെ കാട്ടി പിന്നെ ഖേദിക്കാണ്. അപ്പൊ ഈ അന്യായമായി ജനങ്ങളുടെ മുതൽ തിന്നാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിനിപ്പോ അത് മാത്രമല്ല കേട്ടോ, അതല്ലാത്ത ഒരുപാട് വഴികൾ. അടുത്ത് ഒരാള് പറയുന്നുണ്ട്, പെണ്ണുങ്ങളൊക്കെ വിളിച്ചുകൂട്ടിക്കാണ്ട് അയാൾ പറയാണ്, എന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ ശുഹദാക്കളെ കാണുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തങ്ങളാണെന്നാ പറയുന്നുണ്ട്. പഠിച്ചോ, നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പാവപ്പെട്ട പെണ്ണുങ്ങളെ പറ്റിക്ക. എന്റെ മുഖത്ത് നിങ്ങൾ ശുഹദാക്കളെ കാണില്ലേ, ഒരു കറുത്ത തൊപ്പിയണ്ട പിന്നെ ഒൽക്കെന്നും പറയാന്നാണ്. അപ്പൊ ഈ പെണ്ണുങ്ങൾ അറിയണ്ട് എത്ത് ശുഹദാക്കൾ, എന്ത് ശൈത്താനെ കണ്ടോ.
ഇതൊക്കെ ലൈവില് പോവുകയാണേ, ഇതൊക്കെ വീഡിയോ എടുത്ത് വിടുകയല്ലേ. ഇവരൊക്കെ അന്യായമായി പിടുങ്ങാണ്, ഇടങ്ങാറാവും. അതുകൊണ്ട് ഇവരൊക്കെ ഇടങ്ങാറാവും. കാരണം എന്താ വെച്ചാല് ഈ ചെല്ലുന്നോലൊക്കെ 100,000 പ്രശ്നങ്ങളുള്ളേ കാരണം ഇതൊക്കെ കഴിച്ചിലാവുന്ന എഴുതി പോണ്ടേ കാരണം ഇതാണ് എന്ത് ചെയ്യുന്നത് വാങ്ങിയേക്കുന്നത്. എന്നിട്ട് പിന്നെ ഓലെന്നെ പറയും കുറെ കഴിഞ്ഞാല് കൊഴുപ്പ് കൂടിയണം ശരീരത്തിൽ ഇങ്ങനെ ഇരുന്ന് തിന്നിട്ട് സങ്കടമാണ്. അപ്പൊ നമ്മൾ ഈ അന്യായമായിട്ട് എന്നുള്ളത് പറയുന്നത് പല രീതിയിലും വരുന്നുണ്ട്. ഈ തത്വ കാര്യങ്ങളില്ലെങ്കിൽ പോയി കാര്യങ്ങൾ ആൾക്കാർക്ക് കയ്യിലെന്നൊരു എന്താ ചെയ്യാം, ഞാനായി പോയി ഓരോ തട്ടിപ്പുകൾ നടക്കുന്നൊരു കാലാണ്. നാട്ടി ഉസ്താദ് കൊണ്ട് പറഞ്ഞമാർക്ക് 10 പൈസ കൊടുക്കാൻ ഞാൻ എല്ലാ തട്ടിപ്പും നോക്കും. കൊടുത്തിട്ടാണ് ഈ പ്രശ്നം അല്ലേ. 10 പൈസ അങ്ങനത്തെ അടുത്തൊന്നും കൊടുക്കാന്നാ മതി, എന്നാ പോലും എല്ലാം നിർത്തും. ശ്രദ്ധിക്കുക. ഞാൻ സഹോദരിമാരൊക്കെ കുറെ ഉണ്ടായതുകൊണ്ട് ഞാൻ പറയാണ്, ഈ കേൾക്കുന്നിടത്തൊക്കെ നമ്മൾ ഓടരുത്. ഞാൻ എപ്പോഴും പറയലുണ്ട്, എന്തേലൊക്കെ നമുക്ക് പ്രയാസങ്ങളും കാര്യങ്ങളും വരുമ്പോൾ നമ്മൾ ഈ പൈസയൊക്കെ ചെലവാക്കുമ്പോൾ അന്യായമായി കൊടുക്കാൻ നമുക്ക് ഉറപ്പായ കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സിന് ഇപ്പം നമ്മളെവിടെയൊക്കെ എന്തെങ്കിലും അന്യായമായ വലിയ പിരിവോ കാര്യങ്ങളോ ചൂഷണങ്ങളോ ഉണ്ടോ? നിങ്ങളാലോചിച്ചോ, നമ്മൾ വരുന്ന ഖുർആൻ പഠിക്കുന്നു പോകുന്നു, ഇവിടെ ചായ വേണ്ട, ചായ കൊടുക്കണം, ഇതിനോടനുബന്ധമായ കാര്യങ്ങൾ. അല്ലാതെ നമ്മൾ വേറെ ഒരു സംഗതികളൊന്നുമില്ലല്ലോ. ഇതിന്റെ പേരിൽ ഓരോന്നിന്റെ പേര് പറഞ്ഞിട്ട് അത് നമ്മൾ മറ്റുള്ളവർക്കിടയിൽ വഷളാകുന്നൊരവസ്ഥ. നമ്മളെ നാട്ടിലെ പള്ളി ഉണ്ടാവും, തെക്കുവയിൽ നമ്മളെ പൂർവീകർ കഷ്ടപ്പെട്ടുണ്ടാക്കിയത്, നമ്മളെ കുട്ടികൾ പഠിക്കുന്ന മദ്രസകളുണ്ടാവും. അവിടൊക്കെ വേണ്ടത് ചെയ്തു കൊടുക്കുകയെന്നല്ലാതെ അവിടൊക്കെ വേണ്ട നമ്മൾ അവിടെ ബെഞ്ച് പൊട്ടിക്കണേ ആ ബെഞ്ച് മാറ്റം എന്തെങ്കിലും കൊടുക്കുക, അവിടെ എന്തെങ്കിലും കമ്മി ഉണ്ടെങ്കിൽ കൈ കൊടുക്കുക. അങ്ങനെ ഉണ്ടല്ലോ. നമുക്ക് ഉറപ്പായ സംഗതിക്ക് മാത്രം കൊടുത്താൽ മതി കാശ്. അല്ലെങ്കിൽ അതിന് നമ്മൾ സമാധാനം പറയേണ്ടി വരുമല്ലോ. നമ്മൾ പറ്റിക്കപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ അന്വേഷിക്കണ്ടേ? ചൂഷണങ്ങൾ കൊടുക്കണ്ട, ഒരു പൈസയും കൊടുക്കണ്ട, നവീന പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോഴാണ് ഇങ്ങനത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത് വളരുന്നത്. നമ്മൾ ഇതിന് സഹായം ചെയ്ത് കൊടുത്തമാർക്കാവും. ഏതായിരുന്നാലും ഇതൊക്കെ എല്ലാ കാലത്തും നടക്കുന്നതാണ്. നോക്കൂ, അന്യായമായി ഇവർക്ക് അള്ളാഹു കൊടുത്ത് ഇതൊക്കെ എന്തിനാ ഖുർആൻ പറയുന്നത്? നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഒരു കാര്യം അതാണ്, ഇതാണോ? എന്നിട്ട് അള്ളാഹു പറയാണ്, അവരിൽ നിന്ന് സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷ നാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരിൽ നിന്ന് വന്നതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എന്ത് ചെയ്തതാണ്? ഒരു പണി കൊടുത്തതാണ്. അതാണ് അവർക്ക് നഖമുള്ള ജീവികളങ്ങൾ തിന്നരുത് എന്ന് പറഞ്ഞു. ഇനി ആട് അതുപോലെ തന്നെ മാട് വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിന് ചെറിയൊരു അളവ് കൊടുത്തു, ചെറിയൊരു അളവ് ഒലുക്ക് കൊടുത്തു. എന്ത്? അതിൽ പിന്നെ നിങ്ങൾ അതിൻ്റെ പിന്നെ ഇതെടുക്കരുത്, കൊഴുപ്പെടുക്കരുത്. ഇതും കൊഴുപ്പ് പാടില്ലായിരുന്നു. 3 ഭാഗം ഒഴിവാക്കി കൊടുത്തു. അതിൻ്റെ മുതുക്, അതുപോലെ തന്നെ കൊടല്, അതുപോലെ തന്നെ എല്ലുകളോട് അസ്ഥികളോട് ചുറ്റി നിൽക്കുന്നത്. ഇനി അതിന്റെ ശേഷം അല്ലാഹു പറയാൻ, ഫഇൻ കല്ലബൂക ഫഖുർ റബ്ബുകും ദൂ റഹ്മത്തിൻ വാസിഅ വലാ യുറദ്ദു ബഅസുഹു അനിൽ ഖൗമിൽ മുജ്രിമീൻ. ഫഇൻ കല്ലബൂക, നബിയെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും അവർ താങ്കളെ നിഷേധിക്കുകയാണെങ്കിൽ ഫഖുൽ, നബിയെ അങ്ങ് അവരോട് പറഞ്ഞോളൂ. എന്ത് പറഞ്ഞു കൊടുക്കണം? റബ്ബുക്കും ദൂ റഹ്മ, നിങ്ങളുടെ റബ്ബ് കാരുണ്യമുടയവനാണ്. റബ്ബ് കാരുണ്യമുടയവനാണ്. റബ്ബുക്കും ദൂ റഹ്മത്തിൻ വാസിഅ, നിങ്ങളുടെ റബ്ബ് വിശാലമായി റഹ്മത്ത് ചെയ്യുന്നവനാണ്. വലാ യുറദ്ദു ബഅസുഹു അനിൽ ഖൗമിൽ മുജ്രിമീൻ, അതേസമയം കുറ്റവാളികളായ ഒരു ജനതയിൽ നിന്ന് അവന്റെ ശിക്ഷ ഒരിക്കലും തട്ടിമാറ്റപ്പെടുകയില്ല. ഒരു നിലക്കും നന്നാകാതെ ഇവരിങ്ങനെ വിലങ്ങടിച്ച് നിഷേധിക്കുന്ന അവസ്ഥയാണെങ്കിൽ അവരോടൊരു കാര്യം പറഞ്ഞത്, അള്ളാഹു വിശാലമായ റഹ്മത്ത് ചെയ്യുന്നവനാണ്. പക്ഷേ
പക്ഷെ കുറ്റവാളികളായ ഒരു വിഭാഗത്തിൽ നിന്ന് അവന്റെ ശിക്ഷ ഒരിക്കലും തട്ടിമാറ്റപ്പെടൂല, അത് കിട്ടുന്ന ചെയ്യും. അതിന്റെ ഒരു ഭാഗമാണ് ഇവരുടെ ചില കാര്യങ്ങളിലൊക്കെ കണിശമായത് വന്നത്. ഇപ്പൊ ഇവർക്ക് എന്ത് ചെയ്താൽ മതി, ഇവർക്ക് എന്ത് ചെയ്താൽ മതി? ഇവരിപ്പോ അതൊക്കെ ഇങ്ങനെ പറഞ്ഞ് വെറുതെ വിഷയാക്കേണ്ട ആവശ്യമില്ല. അന്ത്യപ്രവാചകനും അവസാനത്തെ ഗ്രന്ഥം വിരലോടെ കൂടെ അതന്നെ പിൻപറ്റിയാല് ഓൽക്ക് ഒരു പ്രശ്നമില്ലല്ലോ. അവര് ശരിക്കും നബിയെ അംഗീകരിക്കല്ലേ വേണ്ടത്. എന്നാൽ ഈ ഉമ്മത്തിന് അള്ളാഹു തആല അനുവദിച്ചതൊക്കെ ഓൽക്കുണ്ടല്ലോ. ഓലിങ്ങനെ ഞങ്ങൾക്ക് നേരത്തെ അങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു തരികയാണ്. നേരത്തെ അവർക്ക് അങ്ങനെ ആകാനുള്ളൊരു കാരണം അതാണ്. അതിലെന്നെ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. അള്ളാഹു പറയാത്ത കാര്യങ്ങൾ ഓല് പറയുന്നുണ്ട്, കെട്ടി നിർമ്മിച്ച് പറയുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് അവിടൊക്കെ അങ്ങനെ പ്രയോഗിക്കാൻ കാരണം എന്താ അറിയോ? അള്ളാഹു ഒരിക്കലും കുടുസാക്കൂല. അവന്റെ റഹ്മത്ത് വളരെ വിശാല. നമ്മളെടുത്ത പ്രശ്നം ആ റഹ്മത്തിന് തിരിച്ച് ശുക്ർ ചെയ്യാത്തതാ പ്രശ്നം. വല്ലാദിയാത്തി സൂറത്തിൽ പറയുന്നുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽആദിയാതി ളബ്ഹാ ഫൽമൂരിയാതി ഖദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ فأثرن به نقعا فوسطن به جمعا إن الإنسان لربه لكنود. അവിടെയാണ് വിഷയം കിടക്കുന്നത്. അതായത് അല്ലാഹു തആല വിശാലമായ അനുഗ്രഹങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് പകരം കൃതജ്ഞത കാണിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിന്റെ ഗൗരവം അറിയിക്കാനാണ് അല്ലാഹു തആല എങ്ങനെ പറഞ്ഞത്. സത്യം ചെയ്ത് പറയാണ്, വല്ലാദിയാതി ളബ്ഹാ, കിതച്ച് വായുന്ന കുതിരകൾ തന്നെ സത്യം. ഫൽമൂരിയാതി ഖദ്ഹാ, കുളമ്പുകള് കല്ലിൽ ഉരസി തീപൊരി പാറിക്കുന്നുണ്ട്. അങ്ങനെയുള്ള കുതിരകൾ തന്നെയാണ് സത്യം. ഫൽമുഗീറാതി സുബ്ഹാ, പ്രഭാത സമയത്ത് അത് ആക്രമണം നടത്തുന്നുണ്ട് ആ കുതിരകൾ. അങ്ങനെയുള്ള കുതിരകൾ തന്നെ സത്യം. പിന്നെ അടുത്തായിട്ടേതാണ് അത് പൊടിപടലങ്ങൾ ഉയർത്തുന്നുണ്ട്. പൊടിപടലങ്ങൾ നമ്മൾ പൊടിവാറ്റിയ യുദ്ധം എന്നറിയല്ലോ. പൊടി വാറിയിട്ടില്ലെങ്കിലും അങ്ങനെ പറയലുണ്ട്. ഇത് അക്ഷരാർത്ഥത്തിൽ ശത്രുക്കളുടെ ഗ്രൗണ്ടിലേക്ക് കുതിരസംഘം കയറിയിട്ടാണ് ചാട്ടം തുടങ്ങിയപ്പോ പൊടി വാറിയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു. ശത്രുമധ്യത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ഇതേ നമ്മൾ ഖുർആനിൽ ഇപ്പോ ശരിക്കും എങ്ങനെ പറയണ്ട അറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അതാണ് അവിടെ വിഷയം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, തീർച്ചയായിട്ടും മനുഷ്യവർഗം റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവരാണ്. എത്ര അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്താലും നന്ദികേടേ കാണിക്കുള്ളൂ. അങ്ങനെ ഉണ്ടാവുമോ? ഓരോരുത്തരിലേക്ക് ചിന്തിച്ചാൽ മതി. അതാണ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. അതിന് ഓരോ മനുഷ്യനും സാക്ഷിയാണ്. ഓരോരുത്തരും എത്ര നന്ദികേട് കാണിക്കുന്നു ഓരോരുത്തരും സാക്ഷിയാണ്. അതാണ് ഇവിടെ വിഷയം. അതാണ്. പക്ഷെ പെട്ടെന്ന് ഇന്നൽ ഇൻസാൻ റബ്ബിഹി ലകനൂദ് തന്നെ ശ്രദ്ധിക്കാതെ പോകും. അതിനാണ് ആദ്യം സത്യം ചെയ്ത് പറഞ്ഞത്. പക്ഷെ അവിടെ സത്യം ചെയ്ത് വേറെ ലക്ഷ്യമുണ്ട്. അൻസാറുകളിൽപ്പെട്ട ഒരു സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു സായുധ സമരത്തിന് പറഞ്ഞയച്ചു. ഒരു നിർബന്ധിത ഘട്ടത്തിൽ ഇവര് പോയി 1 മാസം കഴിഞ്ഞിട്ടും വിവരമൊന്നും കിട്ടിയില്ല. ചിലത് അവിടെ നടക്കുന്ന ലൈവായിട്ട് നബിക്ക് കാണിച്ചു കൊടുക്കലുണ്ട്. മൂത്തത്തിലൊക്കെ നടന്നതുപോലെ പല നിലക്കും വഴി വരലുണ്ട്. ഇവര് പോയിട്ടൊരു വിവരമില്ല എന്നിട്ട്. ഓരോ മൊബൈലൊന്നും ഇല്ലല്ലോ, അല്ലാതെ അറിയിക്കാനുള്ള സംവിധാനം ഉണ്ട്. പക്ഷെ അതൊന്നും നടന്നില്ല. അപ്പൊ നബി തങ്ങൾക്ക് ഭയങ്കര ആശങ്കയായി. ഇവരെന്തായി പോയിട്ട് ജയിച്ചോ തോറ്റോ? അപ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. അതിനെന്ത് മനസ്സിലായി? ജയിച്ചോ. അതായത് നബി തങ്ങൾ പറഞ്ഞയച്ച കുതിരസംഘം നല്ല സ്പീഡിലാണ് പോയത് എന്ന് അതിന് മനസ്സിലാക്കാം. അതാണ് നല്ല സ്പീഡിൽ ഒരു പോയതിന്റെ രേഖയാണ്. അതിന്റെ കുളമ്പ് കല്ലുമ്മ തട്ടിയിട്ട് തീപൊരി പറയും. സ്പീഡ് പോകുമ്പോഴേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പോയ സംഘം പ്രഭാത സമയത്താണ് ആക്രമണം നടത്തിയത്. ആ ശത്രുക്കളൊരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ്. അതിശക്തമായ സമരം നടന്നുകൊണ്ടാണ് പൊടി പറയതെന്നാണ്. അങ്ങനെ ശത്രു മധ്യത്തിലേക്ക് പ്രവേശിച്ചു. അപ്പോൾ നബി തങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി. കുതിരകളുടെ മഹത്വം പഠിപ്പിച്ചു അവിടെ.
അങ്ങനെ ഒരു കാര്യങ്ങളും കൂടിയുണ്ട്. ആദിയാത്ത് പറഞ്ഞാൽ ശരിക്കും കുതിരകൾ മാത്രമല്ല എന്നെങ്കിലും അവിടെ പ്രധാനമായിട്ട് അതാണ് ഉദ്ദേശം. എന്നിട്ട് വിഷയം എന്താ? മനുഷ്യവർഗം നന്ദി കെട്ടവരാണ്. നമ്മൾ തന്നെ ഇങ്ങനെ ആലോചിച്ചു നോക്കി. ഒന്ന് നമ്മൾ നേരം വെളുത്തപ്പോ ഉണർന്നപ്പോ നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതിട്ടോ. വൈന്നഹു അലാ ദാരികല ഷഹീദ് എന്നുള്ളതിന്റെ ഒരിതാ പറയുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. രാത്രി നമ്മൾ കടന്നിട്ട് കുഴപ്പങ്ങളൊന്നും ഇടയിൽ നെഞ്ചുവേദന, സൈലന്റ് അറ്റാക്കോ ഒന്നും സംഭവിക്കാതെ നമ്മൾ രാവിലെ എഴുന്നേറ്റല്ലോ. അതിന് ഒരു നന്ദിയാണ്. ഏറ്റവും ലളിതമായ ഒരു രീതിയാണ് ആ ചൊല്ലൽ. അൽഹംദുലില്ലാഹ്. ഈ ചൊല്ലയാണ് എഴുന്നേൽക്കാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി, എന്നെ ജീവിപ്പിച്ചു, ബഅദമാ അമാതനി, ഉറക്കാകുന്ന മരണത്തിന്റെ ശേഷം. ഈ ഉറക്കൊരു മരണയിനോ അന്നൗമു അഖുൽ മൗത്ത്, മരണത്തിന്റെ നേരെ അനിയനാണ് ഉറക്ക്. രണ്ടും നല്ല ബന്ധാണ്. അതിന്റെ ശേഷം രണ്ടാമത് എന്നെ ജീവിപ്പിച്ചല്ലോ. അങ്ങനത്തെ അല്ലാഹ്ക്ക് സർവ്വസ്തോത്രങ്ങളും. നേരെ വെച്ചാൽ അതിന്റെ ഇടയിൽ നമ്മൾക്ക് ഒരുപാട് രാവിലെ രാത്രി കിടക്കുമ്പോൾ നമ്മൾ പറയാം കാലത്ത് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, കോഴിക്കോട്, മദ്രാസ്, ബാംഗ്ലൂർ, ഇങ്ങനെ ഓരോ ഷോലുകളല്ലേ നമുക്ക്, പല പദ്ധതികളല്ല. ഇങ്ങനെ സമയം കണക്കാക്കി വെച്ചുകല്ലേ, അടുക്കി വെച്ചുകയാണ്. നമ്മളെ എഴുന്നേറ്റല്ലോ അൽഹംദുലില്ലാഹ്. ഇല്ലെങ്കിൽ നമ്മള് വീട്ടിന്റെ മുറ്റത്ത് കുറെ കാലം പെരുമാറ്റം സമയമായി മരിച്ചു എന്ന് പറഞ്ഞു. എത്ര പെട്ടെന്ന് അതൊക്കെ വരാം, ആലോചിച്ചോ. അപ്പൊ അതിന് ഇതേപോലെ അപ്പൊ ഇപ്പൊ നമ്മള് ചിന്തിച്ചാൽ മതി, ഇന്നിപ്പോ ഞാൻ ചെല്ലിയ നമ്മള് ചിലപ്പോ എന്തേക്കാരം പറഞ്ഞേക്ക, ആദ്യം പറഞ്ഞേക്ക 4:30 ആയോ, എത്ര പെട്ടെന്ന് അലാരം വെച്ചിട്ട് നേരം വെളുത്തോ, മഴ ഉണ്ടോ, ഇതൊക്കെ ചിലപ്പോ വന്നിരിക്കുക ആദ്യമായിട്ട്. ഇതാണ് ആദ്യമായിട്ട്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ ഒന്ന് നേരം വെളുത്തിട്ട് എത്ര പ്രാവശ്യം നമ്മൾ മൂത്രമൊഴിക്കാനോ മറ്റൊക്കെ പോയി പുറത്തിറങ്ങിയിട്ട് നമ്മൾ പറഞ്ഞോ ഗുഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നി അൽ-അദാ. നന്ദിയുള്ളത്. ഈ ഖൽബിയായ ദിക്റുണ്ട്, അത് കക്കൂസിലിരിക്കുമ്പോൾ സുന്നത്താണ്. എന്താ ഈ ഖൽബിയായ ദിക്റ്? പടച്ചോനെ, എത്രയോ ആളുകൾക്ക് മൂത്രം പോകാത്തവരും കാഷ്ടം പോകാത്തവരുണ്ട്. ഓ, ഞാനൊക്കെ എത്ര ഭാഗ്യവാനാ. അങ്ങനെ റബ്ബിനെ ഓർക്കുക. നാവോട് പറയരുത് എന്നുള്ള. അസ്മാഉൽ ഹുസ്ന കക്കൂസിൽ നീ എല്ലാം പാടില്ല. ചില സമയത്ത് മനസ്സിൽ പടച്ചോനക്ക് വലിയൊരു ഭാഗ്യം തന്നു കിട്ടോ, അതൊരു ദിക്റാണ്. ഫദ്കുറൂനി, നിങ്ങൾ ഇന്നെ സ്മരിച്ചോളി, അദ്കുറുക്കും, അപ്പൊ ഞാൻ നിങ്ങളെ സ്മരിക്കും. നിങ്ങളെ സ്മരിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നതാണ്. ഉള്ള അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഏറ്റി ഏറ്റി തരും, ഇതിന് നിലനിൽപ്പുണ്ടാവുന്നതാണ്. വലാ തക്ഫുറൂനി, നിങ്ങൾ നന്ദി കെട്ടവരാകരുതേ എന്ന് പറയുന്നത്. നിങ്ങൾ നന്ദി കെട്ടവരാകരുത്. അപ്പൊ നമ്മളൊരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങി എന്ത് ചെയ്താൽ മതി? അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് ആയി, നന്ദിയായി. ഇതിനൊന്നും മനുഷ്യൻ തയ്യാറാവാത്തതിനെ പറ്റിയാണ് വൽആദിയാത്തി സൂറത്തിൽ മനുഷ്യൻ നന്ദി കെട്ടവനാണ്, നന്ദികേടാവാൻ കാണിക്കുന്നത്. അതിന് അവർ തന്നെ സാക്ഷികളാണ്. ഓരോരുത്തരും അതിന്റെ ഖദർ ഓരോരുത്തർക്കും അറിയുന്ന. അപ്പൊ നമ്മളിപ്പോ ഓതി വെച്ച ആയത്തിൽ പറയുന്ന ഇതിന്റെ ഒരു ഭാഗമാണ്. അതായത് ഫഖുർ റബ്ബുക്കും ദൂ റഹ്മത്തിൻ വാസിഅ, പറയുക നബിയെ, നിങ്ങളുടെ റബ്ബ് വിശാലമായി കാരുണ്യം ചെയ്യുന്ന ആളാണ്. വായും വെള്ളമൊക്കെ ഇപ്പൊ ഈ ഒരാഴ്ച നിങ്ങൾക്കറിയാലോ, നമുക്കറിയാലോ, നല്ല മഴ ചെയ്തു. അല്ലെങ്കിൽ ഇപ്പൊ ഈ മഴ പെയ്യുമ്പോൾ നമ്മളതിന്റെ ഇത് അറിയില്ല. നേരം വെളുക്കുമ്പോൾ സുബൈക്ക് മഴ ഉണ്ടെങ്കിൽ ഇന്നും ചീഞ്ഞുകൊണ്ട് തന്നെ തോന്നുന്നുണ്ട്. ആ കൊപ്പരൊന്നും ഉണങ്ങൊന്നും തോന്നുന്നില്ല. വല്ലാത്തൊരു കഷ്ടകാലം. 4 തേങ്ങ വെട്ടിയിട്ടപ്പോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയാം. നേരെ മറിച്ച് വെള്ളത്തിന്റെ വെള്ളം, കുടിവെള്ളം എന്നിങ്ങനെ ഈ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. അയിമെന്നൊക്കെ കുറച്ച് തുളുമ്പി വെള്ളം പോയാല് മോട്ടോർ സൈക്കിൾ അനുഭവമാണ്. ആ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് വെള്ളം തീരെ ഇല്ലാത്ത സന്ദർഭത്തിലേ നമ്മളവിടെ വെള്ളം അടിക്കേണ്ടത് കൊണ്ടുപോകുമ്പോൾ അതിന് തുളുമ്പി പോയിട്ട് മോട്ടോർ സൈക്കിളും അതിന്റെ പിന്നാലെ പോയി തടഞ്ഞു നിർത്തിയാണ്ട് ഉപദേശിച്ചു, വെള്ളമാണ് ആ പോകേണ്ടത്. ബേജാറായിട്ടുള്ള സാധനം കിട്ടാനില്ലേ. നിങ്ങൾ ഈ വേങ്ങര പഞ്ചായത്തിലെ ഒരു മെമ്പർ പറഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നില്ല. എന്താ കാരണം? കുടിവെള്ളം ഓരോരുത്തർക്ക് ഓരോ ബക്കറ്റ് എന്ന് കണക്കാക്കി മെമ്പർ നേതൃത്വം കൊടുത്തപ്പോൾ ഒരു താത്ത 2 ബക്കറ്റായിട്ടും വന്നപ്പോൾ അതിനെ പറ്റി പറഞ്ഞപ്പോൾ ആ താത്ത പറഞ്ഞാൽ ഞാൻ വോട്ട് ചെയ്യൂല. ഇവിടെ ഒന്ന് പറഞ്ഞാണ് എന്നോട്, ഇനി മത്സരിക്കാനാവില്ല, കാരണം വെള്ളം കഴിഞ്ഞാലും ഞമ്മക്ക് തന്നെയാണ് പ്രശ്നം. എന്നിട്ട് വാർഡ് ഇനി വോട്ട് വെച്ച് കണ്ടു.
അവക്ക് വെള്ളത്തിന് വെള്ളം തന്നെ വേണ്ടേ? ഇതങ്ങ് നോക്കി, ഞാൻ അള്ളാന്റെ റഹ്മത്താ പറയേണ്ടത്, മഴ പെയ്താലോ. അള്ളാ വെള്ളം. അപ്പൊ നമ്മൾ പാടും ഇതൊക്കെ നിറഞ്ഞു വെക്കുമ്പോ നമ്മൾ അതിൻ്റെത് അറിയില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ, എല്ലാ കാര്യങ്ങളും. വെന്റിലേറ്ററിൽ ഇപ്പൊ ഈ ആഴ്ച കിടന്ന ഇത് ബില്ലിനോട് പറഞ്ഞു 24 മണിക്കൂറിന് 7000 റുപ്യ ബില്ല്. ശ്വാസം കിട്ടിയിട്ടുള്ള വെന്റിലേറ്ററിൽ. അങ്ങനെ മാസങ്ങളോളം കിടക്കുന്നവരുണ്ട്. ആലോചിച്ചോ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോ കാര്യമായ തടസ്സങ്ങളൊന്നുമില്ലാതെ നമ്മുടെ ഹിതം പോലെ നമ്മളെ ഊണിലും ഉറക്കിലും നമ്മൾ എങ്ങനെയാണെങ്കിലും ഇതങ്ങനെ നടക്കുന്നുണ്ട്. ശ്വാസോച്ഛ്വാസം അങ്ങനെ ഇങ്ങനെ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. റബ്ബ് നമുക്ക് വിശാലമായിട്ട് നൽകുന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്, കയ്യും കണക്കൂല. അതാണ് നിങ്ങൾ എണ്ണാൻ തീരുമാനിച്ചാൽ നടക്കൂല. അതിനെ തിട്ടപ്പെടുത്താൻ കഴിയൂല, അതിനെ ക്ലിപ്തപ്പെടുത്താൻ കഴിയൂല. അതിന് മാത്രം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറയാൻ കാരണം അതാണ്. ഇതൊക്കെ നമ്മൾ അതിന്റെ ആ വസ്തു നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് അല്ലാഹു തആല പറയുന്നത്. അതാണ് ഫഖുർ റബ്ബുക്കും ദൂ റഹ്മത്തിൻ വാസിഅ. പറയുക, നിങ്ങളുടെ റബ്ബ് വിശാലമായ കാരുണ്യമുള്ളവനാണ്. വലാ യുറദ്ദു ബഅ്സുഹു അനിൽ ഖൗമിൽ മുജ്രിമീൻ. കുറ്റവാളികളായ ഒരു ജനതയിൽ നിന്ന് ശിക്ഷയെ തട്ടിമാറ്റപ്പെടൂല. അപ്പോൾ അത് എന്തായിരുന്നാലും സംഭവിക്കുന്ന ചെയ്യും. ചിലർക്ക് പെട്ടെന്ന് വരും, ചിലർക്ക് ഇങ്ങനെ പിന്തിക്കും. ആ പിന്തിക്കുന്നത് പിന്നെ ചിലപ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ കഴിച്ചിലായി പോകും. അതുകൊണ്ട് രക്ഷപ്പെടാന്നല്ല, അതിനനുസരിച്ച് കനത്തിൽ കിട്ടുന്നുള്ളതാണ്. സയഖൂലുല്ലദീന, നീ മുശ്രിക്കീങ്ങളുടെ ഒരു അവസ്ഥ പറയണം. സയഖൂലുല്ലദീന അശ്റഖൂ, മുശ്രിക്കീങ്ങളായ ആളുകൾ, ബഹുദൈവ വിശ്വാസികളായ ആളുകൾ അവര് പറയും. എന്താ അവര് പറയുന്നത്? ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ, അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും ശിർക്ക് വെക്കുമായിരുന്നില്ല. വലാ ആബാഉനാ, ഞങ്ങളുടെ പിതാക്കളും അങ്ങനെ ശിർക്ക് വെക്കുമായിരുന്നില്ല. വലാ ഹറംനാ മിൻ ശൈഅ, ഞങ്ങൾ ഒന്നും നിഷിദ്ധമാക്കുകയും ചെയ്യൂല. മക്ക മുശ്രിക്കുകൾക്കുണ്ടായിരുന്ന ഒരു സ്വഭാവം നമ്മൾ പറഞ്ഞല്ലോ. ഇപ്പോ പിന്നെ പശു, ആട് ഇതൊക്കെ തിന്നാൻ പറ്റിയതാണ്, ഒട്ടകം. എന്നിട്ട് ഇവര് അത് വിഗ്രഹത്തിന് മാറ്റി വെച്ചിട്ട് തിന്നാൻ പറ്റില്ല കേട്ടോ, ഇത് തിന്നാൻ പറ്റില്ല കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാർ അതിലൊന്നൊരു കഥയിലെ ചങ്ങന്മാരെ തിന്നോളി, നിങ്ങൾ സത്യത്തിലേക്ക് വരി, നിങ്ങൾ ഈ പരദൈവങ്ങളെ ആരാധിക്കല്ലേ. ഇത് പറയുമ്പോൾ ഓലെന്താ പറയണ്ട അറിയോ? അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളും ഞങ്ങളെ പിതാക്കളൊന്നും ഇങ്ങനെ വിഗ്രഹങ്ങളെ ആരാധിക്കൂലല്ലോ. വളഞ്ഞു ചിന്തിക്കാണ്, ഇബ്ലീസോലെ പഴിപ്പിക്കാണ്. ഇന്നും അങ്ങനെ ചില ആൾക്കാരൊക്കെ പറയും, അള്ളാഹുവിന്റെ ഖദറിനെ പറ്റി പറഞ്ഞാണ്ട്, അങ്ങനെ പറഞ്ഞാണ്ട് ഓല് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ്. അള്ളാഹു പറയാണ്, കദാലിക കസ്സബല്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ള ഒരു വിഭാഗവും അപ്രകാരം സത്യത്തെ നിഷേധിച്ചു. ഹത്താ ദാഖൂ ബഅസനാ, എത്രത്തോളം അങ്ങനെ അവര് നമ്മുടെ ശിക്ഷയെ ആസ്വദിച്ചു പറഞ്ഞാൽ കളിയാക്കാട്ട രുചിച്ചു. അനുഭവിക്കൂടാ എന്ന് പറഞ്ഞാൽ അനുഭവം 2 രൂപത്തിലുണ്ടാവുമല്ലോ. ഇവിടെ അല്ലാഹു തആല പറയാണ്, അങ്ങനെ അവര് നമ്മുടെ ശിക്ഷയുടെ ആ ശിക്ഷയെ അവര് അനുഭവിച്ചു. ഖുൽ ഹൽ ഇൻദകും മിൻ ഇൽമിൻ ഫതുഖ്രിജൂഹു ലനാ, ഇവരിപ്പോ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ഒരു ചെറുഷാതെ ഒരു പറയും, ഒരു പറയുന്നത് കേട്ടാൽ അത് സത്യമാണ് തോന്നും. അപ്പൊ അല്ലാഹു തആല നബിയോട് പറയാണ്, ഖുൽ, നബി അങ്ങ് പറയുക അവരോട്, ഹൽ ഇൻദകും മിൻ ഇൽമിൻ ഫതുഖ്രിജൂ ബിഹാ ഫതുഖ്രിജൂഹു ലനാ, നിങ്ങളിപ്പോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിൽ നിങ്ങൾക്ക് വലിയ ഇൽമുണ്ടോ, ജ്ഞാനം ഉണ്ടോ ഇത് സംബന്ധമായിട്ട്? അങ്ങനെയാണെങ്കിൽ നിങ്ങളത് പുറത്തു കൊണ്ടുവരി, നമുക്കത് വെളിവാക്കി തരി എന്നൊന്ന് അങ്ങ് പറഞ്ഞു നോക്കിയാൽ. ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു പ്രമാണം വേണമല്ലോ, അവലംബം വേണം, എവിഡൻസ് വേണം, അതിന് ഇൽമു വേണ്ടേ? അപ്പൊ ഇവരോട് അങ്ങനെ ചോദിക്കുകയാണ്. ഓൽക്കൊന്നും പറയാനുണ്ടാവില്ല, എന്നാലും എന്തിനാ? നമ്മളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാണ്. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറയാൻ, ഇൻ തത്തബിഊന ഇല്ലല്ലൻ,
ഇൻ തത്തബിഊന ഇല്ലല്ലൻ, ഊഹത്തെ മാത്രമാണ് അവർ പിൻപറ്റുന്നത്, നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് പറയണം അവരോട്. വ ഇൻ അൻതും ഇല്ലാ തഖ്റുസൂൻ, നിങ്ങൾ വ്യാജം മാത്രമാണ് പറയുന്നത്, കളവാണ് പറയുന്നത്, തെറ്റായ കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, നുണ പറയാണ്, പച്ചക്കള്ളം പറയാണ് എന്ന് അവരോട് പറയണം. അപ്പോ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ആളുകൾ അവര് ചില കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നിട്ട് ഓര് പറയാം ഞങ്ങളെ വാപ്പാരൊക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു, അള്ള ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പിന്നെ ഞങ്ങളൊന്നും ഒരിക്കലും മുശ്രിക്കീങ്ങളാവൂലല്ലോ. നമ്മളെ പിന്നെ ഹറമിലെ ഇമാമ് എന്നുള്ളൊരു സംഖ്യ പറയാം, ഈ വീഡിയോ അങ്ങനെ കാണാറപ്പോ. അപ്പൊ ഈ ഹറമിലെ ഇമാമിന്റെ അടുത്തൊക്കെ പിന്നെ പോലീസുകാരും ഇവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാഹ്ക്ക് എന്താ നിങ്ങളെ ഇമാമാരെ കാക്കാൻ കഴിയൂലേ ചോദിക്കാൻ. അള്ളാഹു താല ഓരോ കാര്യങ്ങളും വെച്ച് ഒരുപാട് അസ്ബാബുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കണ്ട. അത് ഹറമിന്റെ മാത്രമല്ലല്ലോ, എല്ലാത്തിനും കാക്കാൻ അള്ളാഹ്ക്ക് കഴിയുമല്ലോ. അപ്പൊ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ്. ഇതന്നെയാണ് മുശ്രിക്കുകളും ചെയ്തത്. അവസാനം അള്ളാഹു താല അപ്പൊ ഇവര് പറയേണ്ടത് എന്താണ്, ഞങ്ങള് ഈ നിലപാട് തന്നെ പോകും, അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ ഞങ്ങളൊക്കെ നന്നാക്കിയ പോരെ എന്ന് പറഞ്ഞ ഒരു കഴിച്ചിലാകാൻ നോക്കുകയാണ്. അതിന് അള്ളാഹു നല്ലൊരു മറുപടി ഏറ്റവും നമ്മൾ ഓതി വെച്ച അവസാനത്തെ ആയത്ത് അതാണ്. ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ ഫലൗ ശാഅ ലഹദാകും അജ്മഈൻ. നബിയെ, അങ്ങ് ജനങ്ങളോട് പറയുക, ഖുൽ അവരോട് പറയുക, എന്താ പറയേണ്ടത്? ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, അല്ലാഹു തആല പറയാണ് ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, പരിപൂർണമായ തെളിവ് എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അരികിലാകുന്നു. ശരിക്കുള്ള പ്രമാണം, അതായത് മികച്ച പ്രമാണം, തെളിവ് അതെവിടെയാണ്? അള്ളാഹിന്റെ അടുത്താണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങളിലാണ്. അതായത് ഈ ഉജ്ജത്തുൽ ബാലിഗ എന്ന് പറഞ്ഞാല് അതുകൊണ്ട് ഉദ്ദേശം എന്താ വെച്ചാല് വളരെ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ഇർസാലുർ റസൂൽ, രണ്ടാമത്തത് ഇൻസാലുൽ കുതുബ്. അതായത് ഓരോ സന്ദർഭത്തിലും അല്ലാഹു തആല പ്രവാചകന്മാരയക്കുക, ആ പ്രവാചകന്മാർക്ക് വേദത്തെ ഇറക്കുക. ഇതാണ് ഹുജ്ജത്തുൽ ബാലിഗ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും മികച്ച തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ജനങ്ങൾക്ക് ഹിദായത്ത് കിട്ടാന്, അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കാന് ഓരോ സന്ദർഭത്തിലും ഓരോ കാലത്തും പല ദേശത്തേക്ക് അല്ലാഹു തആല ദൂതന്മാരയച്ചു. ദൂതന്മാര് വെറും കൈയോടുകൂടല്ല, ആ ദൂതന്മാരെ കയ്യിൽ എന്തുണ്ട്? അള്ളാഹുവിന്റെ സന്ദേശങ്ങളുണ്ട്. അതുമായിട്ട് അവർ വന്നു. പിന്നെ അത് ആളുകൾ ചിലർ സ്വീകരിക്കും. അതാണ് ഇവര് പറഞ്ഞെന്താ, അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ ഞങ്ങളെ നന്നാക്കുമല്ലോ. അള്ളാഹുവിന് മറുപടി കൊടുക്കാണ്, ഫലൗ ശാഅ ലഹദാകും അജ്മഈൻ. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരെ എല്ലാവർക്കും ഹിദായത്ത് നൽകുമായിരുന്നു. പക്ഷേ ഇഖ്തിയാർ എന്നൊരു സംഗതി പടച്ചവൻ കൊടുത്തു. കാര്യങ്ങളൊക്കെ വേർതിരിച്ച് അറിയാനുള്ള ഒരു കഴിവ് അല്ലാഹു തആല കൊടുത്തു. എന്നിട്ട് അതിനുള്ള ഒരു ബുദ്ധിയും പക്വതയൊക്കെ കൊടുത്തു. ഇനി ഓരോരുത്തർക്കും സൗകര്യം പോലെ ആകാം. ഇതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്ന വളരെ സുപ്രധാനമായ ഒരു സംഭവമുണ്ട്. അതായത് അത് വലിയൊരു തൗഫീഖാണ്. ഉഖബത്ത് ബിൻ അബി മുഅയ്ത്ത് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അയാള് പരിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ കേട്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നു, ഇസ്ലാം സ്വീകരിച്ചു. എല്ലാവർക്കും സന്തോഷമായി, കാരണം വലിയ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളായിരുന്നു. പക്ഷെ അയാൾ ഇങ്ങോട്ട് വന്നപ്പോ ഇനി അങ്ങനെ നന്നായി എന്ന് കരുതി. പക്ഷെ അയാളെ ഒരു അടുത്ത ഏറ്റവും ഉറ്റ സുഹൃത്തായിരുന്നു ഉബയ്യ് ഇബ്നു ഖലഫ്, ചങ്കാളാണെന്ന് പറയാം. അപ്പൊ ഇയാള് ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഇസ്ലാം സ്വീകരിച്ചു എന്നുള്ള വിവരം അറിഞ്ഞപ്പോ ഉമയ്യത്ത് ബിൻ ഖലഫ് ഇയാളെ വിളിച്ചിട്ട് ഒരു കുറെ സംസാരിച്ചു. ഉമയ്യത്ത് ബിൻ ഖലഫ് പറഞ്ഞു, ഒരിക്കലും ആ പുതിയ മാർഗത്തിൽ തുടരരുത് എന്ന് രാജിവെക്കണം. ഇയാള് ഖുർആന്റെ വചനങ്ങൾ കേട്ടിട്ട് ഇയാൾക്ക് മാറ്റം വന്നതാണ്. പക്ഷേ ഉബയ്യ് ഇബ്നു ഖലഫ് എന്ത് ചെയ്തു? പറഞ്ഞിട്ട് ഇയാളെ തിരിപ്പിച്ച് പറഞ്ഞ് ഏതുപോലെ വെച്ചാല് ഒരാളിപ്പോ ഖുർആൻ ക്ലാസ്സിന് വരുമ്പോ വേറെ ആൾ പറയാം അതിനൊന്നും പോണ്ടടാ പറഞ്ഞ അങ്ങനെ തന്നെ
അതേ പരിപാടി. ഇനി അതിന് മറുപടിയായിട്ട് അള്ളാഹു തആല ഇറക്കുന്ന ആയത്തിൽ അങ്ങനെ തന്നെ വരുന്നുണ്ട്. മുടക്കിയാല്, തടഞ്ഞാല് നല്ല പണിഷ്മെന്റിന്റെ കാര്യം അവിടെ പറയുന്നത് തന്നെ വരും എന്നുള്ള കാര്യം പറയുന്നുണ്ട്. വിരല് കടിക്കുന്ന ഒരു സന്ദർഭം വരുന്ന് താക്കീത് ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തായിരുന്നാലും ഉബയ്യ് ഇബ്നു ഖലഫ് വല്ലാതെ പറഞ്ഞപ്പോ ശരി എന്ന് പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്തു, ഓരോരോ വിധിയോക്കണങ്ങൾ സത്യത്തിലേക്ക് വന്ന ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് ദൊഴിവാക്കി. അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചു. ആ സമയത്ത് അള്ളാഹു ഒരിക്കൽ ആയത്തുണ്ടായി, നമുക്ക് നല്ല പാഠം നൽകുന്ന ആയത്താണ്. 362 പേജ് സൂറത്തുൽ ഫുർഖാൻ 362 അതിൽ 27 ആയത്ത്. بسم الله الرحمن الرحيم ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. സുബ്ഹാനല്ലാഹ്. ഈ ആയത്തിൽ പറയുന്നത് എന്താ അറിയോ? ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് ഇസ്ലാമിൽ നിന്ന് രാജിവെച്ചപ്പോ അവൻ കാരണമാണ് ഈ ഓതിയ ആയത്തുകൾ ഇറങ്ങിയത്. പക്ഷെ അവന്റെ പേര് ഇവിടെ പറയുന്നില്ല. അവന്റെ പേര് പറയാതിരിക്കാൻ കാരണം എന്താ വെച്ചാല് ഓന് മാത്രമല്ല ഇത് ബാധകമാകാൻ അറിയിക്കുകയാണ് എല്ലാവർക്കും. ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്താ പറയുന്നത്? വയൗമ യഅല്ലുല്ലാലിമു അലാ യദൈഹി, അക്രമകാരി അവന്റെ കൈ കടിക്കുന്ന ഒരു ദിനം. അതൊരു പ്രയോഗാട്ടോ. എങ്ങനെ നമ്മളറിയല്ലോ, നോക്കാ ജ് വിരലടിച്ചുട്ടോ. നമ്മളുണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ അന്തമുട്ട വിരലൊക്കെ ഒരു കടിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ പെന്നെ കറങ്ങി കടിച്ചിട്ടുണ്ടാവും. കയ്യിലെന്താ അത് കടിച്ചിരിക്കും. ചിലപ്പോൾ അത് റേഞ്ച് പോയിട്ടുണ്ടാവും. നമ്മളിങ്ങനെ അല്ലേ, അങ്ങനെ വല്ലാത്തൊരു ഇരുത്തുണ്ടാവും. എന്തിലൊക്കെ പെട്ടുപോയാൽ വേണ്ടില്ലായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രയോഗമാണ്. ഇനി വേറൊരു അഭിപ്രായം എന്താ പറയുക നിങ്ങള്? അക്ഷരാർത്ഥത്തിൽ ഈ പറയപ്പെട്ടവർ കൈ കടിച്ചു എന്നാണ്. അതൊരു ശിക്ഷയാണ്. നമ്മളിപ്പോ ഈ ചില ആദിവാസികളൊക്കെ ചില ജീവികളൊക്കെ പച്ചിൽ തിന്നു. അത് കണ്ടാൽ തന്നെ നമ്മളെ മെയിനെടുത്തു വേണ്ട. കോടിന്റെ കഴുത്തിനിങ്ങട്ട് കടിച്ചിട്ട് ചോര ഊറ്റി കുടിക്കുക, പരസ്യമായിട്ട് ചെയ്യുന്ന പോലെ. അതിനെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ലേ ആ തീറ്റ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരാള് തൻ്റെ എടങ്ങേറായി തൻ്റെ വിരലൊക്കെ അങ്ങനെ കടിച്ച് തിന്നുകയാണെങ്കിൽ അതൊരു ശിക്ഷയാണ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ പറയുന്നത് ഹഖീഖത്തൻ നിലക്ക് എന്ന് പറഞ്ഞാൽ ആലങ്കാരികമായിട്ട് പറയല്ലത്, ഹഖീഖത്തൻ നിലക്ക് പറയാണ്, യഥാർത്ഥ രൂപത്തിൽ പറയാണ്. സത്യം ബോധ്യപ്പെട്ട് അംഗീകരിച്ച് അതിനെ തിരസ്കരിച്ചാല് അവർക്കുള്ള പരലോകത്തിലെ അസാബാണ്. ഒരു സ്വന്തം കൈ തിന്നുന്നാണ് ഹദീസിൽ പറയുന്നത്. ഇങ്ങനെ തിന്ന് മുട്ട് വരെ എത്തും. അത്രേ മുട്ട് വരെ എത്തുമ്പോ പിന്നെന്ത് ചെയ്യും? വേറെ കൈയല്ല കൊടുക്കുകയാണ്. അങ്ങനെ ആ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ വരാൻ പോകുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിപ്പോൾ നേരെ കാണാത്തോണ്ടാണല്ലേ. നമ്മളിപ്പോ ഇന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാല് ഇന്നമാർക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാവും. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് ഉണ്ടായി ഒരു ചിലപ്പോൾ തിരുവനന്തപുരത്തോ കോഴിക്കോടൊക്കെ ചികിത്സയിലുണ്ടാവും. ഓലാ വേദന അങ്ങനെ കടിച്ചിറക്കാണ്. ബാക്കിയുള്ളവരും അറിയണില്ലല്ലോ, നമ്മളെ ശ്രദ്ധിക്കണില്ലല്ലോ. അതന്നെ നമുക്കറിയാൻ കഴിയണില്ല. എന്നാ ഒരു വിഭാഗം അതിന്റെ പേരിൽ നരകിക്കുന്നുണ്ട് ദുനിയാവില്. പിന്നെ ഇങ്ങനെ ഇപ്പൊ പരലോകത്ത് നടക്കാൻ പോകുന്ന നമ്മളെങ്ങനെ കാണാനാണ്?
എന്നാ ഇത് നടക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതെന്തിനാ അള്ളാഹു പറയുന്നത്? റുക്ബത്തിന്റെ അവസ്ഥ നമുക്ക് ഉണ്ടാകരുത്. സത്യം മുറുകെ പിടിക്കണം. അതിനാണ് നബി തങ്ങൾ ഈ ആയത്തിറങ്ങിയപ്പോഴാണ് നബി എന്ത് പറഞ്ഞത്? ജദ്ദിദൂ ഈമാനകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റൊക്കെ തുടങ്ങുമ്പോൾ കേട്ടിട്ടില്ലേ ഉസ്താദ് പറയണ്ട് ജദ്ദിദൂ ഈമാനകും ബിഖൗലി ഹദീസ്. അത്രേ ഉള്ളൂ. ജദ്ദിദൂ ഈമാനക്കും. പിന്നെ നമ്മൾ കൂട്ടും ബിറൂ കുലൂബക്കും കുറേ കൂട്ടലുണ്ട്. അത് ഏതുപോലെ വെച്ചാൽ ഈ സുബ്ഹാനല്ലാഹ് ചെല്ലുമ്പോൾ ചില പള്ളിയിലൊക്കെ കാണാം ഇലാഹനാർ. കാളമ്പാടി ഉസ്താദ് ഒരിക്കൽ ഒരു പള്ളിക്ക് നിസ്കരിക്കാൻ കയറി. അപ്പോൾ നേരെ ഇമാമിന്റെ വേക്കിൽ തന്നെയാണ്. അപ്പോൾ ഈ സുബ്ഹാനല്ലാഹ് ചൊല്ലിയപ്പോൾ ആ ഉസ്താദ്, പള്ളിക്കത്തെ ഉസ്താദ്, ഇലാഹനാ സുബ്ഹാനല്ലാഹ് നിസ്കാരം ഒക്കെ ദുആ കഴിഞ്ഞതിന് ശേഷം കാളമ്പാടി ഉസ്താദ് അയാളെ തോണ്ടി, മുസ്ലിയാരെ നിങ്ങൾക്ക് ഈ ഇലാഹന എവിടുന്ന കിട്ടിയ വെച്ചു? ഈ ഇലാഹന എവിടുന്ന കിട്ടിയത്? മറ്റീനെ തന്നെ ഇടങ്ങേറാകാണ് ഉസ്താദ് പറയണം. എന്നിട്ട് നിങ്ങൾക്ക് എവിടെ കിട്ടിയ വെച്ചു? അപ്പൊ നമ്മൾ ചിലർ കൂട്ടലൊക്കെ ഉണ്ടാവും. കൂട്ടേണ്ടതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചിലതൊക്കെ എല്ലായിടത്തും പറ്റില്ലാന്നേ ഉള്ളൂ. അപ്പോ ഇത് ശരിക്കുള്ളതാണ്. ഇന്നാളിപ്പോൾ എന്നോടൊരു ക്ലാസ്സിൽ ഒരാൾ ചോദിച്ചു, ഉസ്താദ് ഈ ദുആന്റെ മുമ്പ് അൽ ഫാത്തിഹ എന്ന് പറയാൻ തെളിവുണ്ടോ? അൽ ഫാത്തിഹ. അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു 100 ആളുള്ള ഒരു സദസ്സിൽ നമ്മൾ ഫാത്തിഹ ഓതി ദുആ ഇറക്കുന്ന അറിയിക്കാനാണ് അൽ ഫാത്തിഹ അറിയണ്ടത്. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? ഞാൻ ഓരോരുത്തരെ എടുത്ത് എന്ന് പറയണം ഫാത്തിഹ ഓതിക്കോളി കേട്ടോ, ഫാത്തിഹ ഓതിക്കോളി, ഫാത്തിഹ ഓതിക്കോളി, ഫാത്തിഹ ഓതിക്കോളി, ഫാത്തിഹ ഓതിക്കോളി തുടങ്ങിയല്ലേ ഫാത്തിഹ ഓതിക്കോളി. ഇതിലേറെ നല്ല എന്താണ് അൽ ഫാത്തിഹ അറിയണല്ലേ? ഇത് തെളിവാണ്. അതിന് തെളിവിന്റെ ആവശ്യമില്ല. അപ്പൊ ആവട്ടെ, ഉഖബത്ത് ഇസ്ലാമിന്ന് രാജിവെച്ചു പോയി. അയാളെ പറ്റിയാണ് ഈ ആയത്തിറങ്ങുന്നത്. ആയത്തിൽ പറയുന്ന ഒരു വിഷയം കൈ കടിക്കുന്നതാണ്. ഇവൻ നാളെ കൈ കടിക്കുന്ന ഒരു ദിനമുണ്ട്. ആ മാർഗം സ്വീകരിക്കുന്നവര് അത് ഒറിജിനൽ കൈ തിന്നലാണ്. വിധങ്ങൾ പറയാണ് ഈമാൻ പോകരുത്. അതിനാണ് എന്തൊരു മാർഗം പറഞ്ഞത്? ജദ്ദിദൂ ഈമാനക്കും, നിങ്ങളെ ഈമാനിനെ നിങ്ങളെപ്പോഴും പുതുക്കിക്കോളൂ. ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കുകൊണ്ട്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ആ 12 അക്ഷരം നമ്മളൊരു കാവല. ലാ ഇലാഹ ഇല്ലല്ലാഹ് 12, മുഹമ്മദ് റസൂലുള്ളാഹ് 12 12 12 24 അക്ഷരങ്ങൾ അതിൽ കണക്കാക്കിയത് അള്ളാഹു ഒരു ദിവസത്തിൽ കണക്കാക്കിയ ടൈമിന്റെ കണക്കാണത്. അപ്പൊ 24 മണിക്കൂറും നമ്മൾ പിന്നെ അതിനെ പ്രതിനിധീകരിക്കണം എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരു നാവിന് ഉണങ്ങരുത് എന്നാണ്. ഇടക്കിടക്ക് ഇങ്ങനെ വരണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. വലിയ പ്രധാനപ്പെട്ടാണ്. അത് നമ്മൾ ഈ മരിച്ചവർക്കൊക്കെ ദിക്റില്ലല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു ഹദീസിലുണ്ടല്ലോ, ഒരാള് ഒരു 70,000 ദിക്റാള് ചൊല്ലിട്ടാൽ, അവനാന് വേണ്ടി ചൊല്ലിട്ടാൽ ഖബർ ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതാണ്. 70,000 പ്രാവശ്യം. അതാണ് നമ്മളെ മരിച്ചവർക്ക് വേണ്ടി നമ്മളങ്ങനെ ചൊല്ലുന്ന 70,000 ദിക്ർ. ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു ഒരിക്കൽ സൽക്കാരത്തിന് പോയി. ഒരു സൽക്കാരത്തിന് അതിലൊരു വലിയ അവിടെ ഉണ്ടായിരുന്നു. അള്ളാന്റെ ഔലിയാക്കൾക്കുള്ള ചില സന്ദേശങ്ങളൊക്കെ കൊടുക്കല്ലോ. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ വലിയ പെട്ടെന്ന് കരഞ്ഞിട്ട് പറഞ്ഞു അത്രേ, എൻ്റെ ഉമ്മാന്റെ ഖബറിൽ ശിക്ഷ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇയാള് ഭയങ്കര കരച്ചു. ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു പഠിച്ചത് എന്തിനാ ഒരിക്കറിയോ? ഈ ഹദീസിൽ ചെറിയൊരു ഒഴുപ്പുണ്ടാവുന്നൊരു സംശയം ഉണ്ടായിരുന്നു. ബലക്കുറവുണ്ടാവും. ആർക്ക്? ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഇവിടെ ഒരാള് തന്റെ ഉമ്മാന്റെ ഖബറിൽ ശിക്ഷ ഉണ്ട് എന്ന് കരയുന്നത്. അതൊരു വലിയാണ്. ഇബ്നുൽ അറബി റളിയല്ലാഹു അൻഹു മനസ്സിൽ കരുതി, പഠിച്ചനെ ഞാന് ഒരു 70,000 ദിക്ർ എനിക്ക് വേണ്ടി ചൊല്ലി അവിടെ വെച്ചിട്ടുണ്ടല്ലോ, ഞാനത് ഇയാളെ ഉമ്മാക്ക് ഹദിയ ചെയ്തു. കാരണം ഹദീസിലുണ്ടല്ലോ 70,000 ദിക്ർ ഖബർ ശിക്ഷയിൽ നിന്ന് കാക്കുന്നു. അങ്ങനെ ഇപ്പൊ ഈ ഉമ്മാന്റെ ശിക്ഷണം പോവുകയാണെങ്കിൽ മൂപ്പര ആരോടും പറഞ്ഞില്ല. ആ ഭക്ഷണത്തളികയുടെ മുന്നിൽ വെച്ച് മൂപ്പരാണ് കരുതി. അയാളെ കരച്ചിൽ കണ്ടിട്ട് മനസ്സിലാണ് കരുതി എന്റെ 70,000 ദിക്ർ മൂപ്പരമ്മാക്കാം. പെട്ടെന്ന് അതാണ് മൂപ്പര് കരുതി കഴിഞ്ഞപ്പോഴേക്ക് മറ്റേ ആളിങ്ങനെ പുഞ്ചിരി തുകിന്റെ ഉമ്മാന്റെ ഖബറിലെ ശിക്ഷ അള്ള നീക്കിയിട്ടുണ്ട്. അള്ള സന്ദേശം കൊടുത്തായിരിക്കും. കണ്ടല്ലോ ഇപ്പൊ മൂസാ നബിന്റെ ഉമ്മാക്ക് കൊടുത്ത പോലെ വലിയ വലിയവർക്കൊക്കെ കിട്ടും. അവിടെയും വ്യാജന്മാരുണ്ടാവും എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാണ്ട്. അതാണ് ശ്രദ്ധിക്കുക. ആ പോസ്റ്റൊക്കെ പലരും വരും. അപ്പൊ ഇന്നെന്ത് മനസ്സിലാക്കി? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലായി. അതാണ് നമ്മളെ മഹല്ലുകളിലൊക്കെ ഈ ഇത് ചെല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആൾക്കാർ ചെല്ലാൻ കുറെ ആൾക്കാർ ചെല്ലും, ഒന്നും ശരിയാവൂല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്.
ഉസ്താദിന്റെ പേരിൽ നമുക്ക് നോക്കും കഴിയാനായാവോ ആ തസ്ബീഹ് എത്ര ആയി എന്നുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഒരു ഹ അവിടെ ഒഴിവായി പോകണ്ടപ്പോ ലാ ഇലാഹ ആ ഹ പോവാണ്. അങ്ങനെ ചെല്ലുമ്പോ അതിൻ്റെയൊക്കെ മട്ടത്തിലാണോ, നിർബന്ധിപ്പിക്കാനും പാടില്ല കേട്ടോ. ചില പള്ളിയിലൊക്കെ കർശനായിട്ട് പറയും ഒറ്റൊന്ന് നീച്ചരുത് അവിടെ ഇവിടെ അറിഞ്ഞാണ്ട് അവർ സുഖം കിട്ടൂലല്ലോ. പിരായി പറഞ്ഞിരുന്നാല് പോയിക്കോട്ടെ വെച്ചാൽ മതിയാണ്, നിർബന്ധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഇതിട്ടോ അതിൽ. കാരണം എന്താ വെച്ചാൽ ആളുകൾ ഇങ്ങനെ പിരായി പറഞ്ഞ ഓരോരുത്തരാണ് മരിച്ചാൻ കണ്ട നേരം എനിക്കിന്ന് അത്ര അർജന്റ് എന്നൊക്കെ കരുതൂലേ. അല്ല എന്തിനതിൻ്റെ ആവശ്യം, എന്തിനതിൻ്റെ ആവശ്യം അങ്ങനെ പറഞ്ഞാണ്ട് ചിലയിടത്തുകിട്ട് കർശനാക്കും. ഉള്ളു തട്ടിന്റെ രൂപത്തിൽ പറയാം, വെറുതെ പോണ്ടല്ലോ നമ്മളൊക്കെ ഇരിക്കണം കേട്ടോ, അപ്പോഴാണ് നമുക്ക് വേണ്ടി മറ്റുള്ളവർ ഇരിക്കുക. ഓക്കെ, അതല്ലാതെ ഒരൊറ്റൊന്നും നീശരുത്. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ നോക്കുകയാണ് ആരെങ്കിലും നീശോ അന്ന് കാണണല്ലോ എന്നാലും ദൈവത്തെ വേണ്ടെന്നുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ അത് ആളുകൾ സുഖം കിട്ടൂല. മരിച്ചാക്കല്ല ഈമാൻ കിട്ടിയണെങ്കിൽ നമ്മൾ കൂടുതൽ ഇറങ്ങാറേണ്ട ആവശ്യം ഉണ്ടാവില്ല. വേറെ എന്നാലും പിന്നെ എത്ര ചെന്നാലത് അധികമാവൂലല്ലോ. പഠിപ്പിക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞത് ഈ ഒരു ഇതുണ്ടല്ലോ, അള്ള ഉദ്ദേശിച്ചെങ്കിൽ എല്ലാവർക്കും ഹിദായത്ത് കൊടുക്കുന്നു. ഞാൻ ആ ആയത്ത് തന്നെ വരി കൈ കടിക്കും. ഇതാ യഖൂലു ഇവണ്ടല്ലോ ഉഖബത്തുബ്നു അബീ മുഅയ്ത്ത് നാളെ പരലോകത്ത് വെച്ച് പറയാത്രേ. എന്താ പറയുന്നത്? യാ ലൈതനി തഖൽതു മഅർ റസൂലി സബീല, ഞാൻ റസൂലിനോട് കൂടെ ആ യഥാർത്ഥ വഴി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് ഇയാൾ സത്യത്തിലേക്ക് വന്നതാണ്, പിന്നെ സുഹൃത്ത് കാരണം തിരിച്ചു പോയതാണ്. റസൂലിന്റെ ആ മാർഗത്തിൽ തന്നെ നിന്നുകണമെങ്കിൽ എത്ര നന്നായിരുന്നു. ദുആ എന്ന് പറയുന്നു, ഉഖബത്ത് പറയുന്നു എന്ന് അള്ളാഹ് നമ്മളെ പഠിപ്പിക്കണം. അതുകൊണ്ട് ആ നിലപാട് ആരും സ്വീകരിക്കണ്ട. യാ വൈലത്താ നാശമേ ലൈതനീ ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ഇന്നാലിന്നാളെ ഞാൻ സുഹൃത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ പറയുന്നതാണ്. അപ്പോൾ ഉഖബത്ത് പറയാണ്, ഞാൻ ഉബയ്യനെ സുഹൃത്താക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഓൻ സുഹൃത്തായതുകൊണ്ടാണല്ലോ ഇപ്പൊ ഞാൻ സത്യത്തിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമ്മളും തന്നെ ഇങ്ങടെ ഖുർആൻ ക്ലാസ്സിനൊക്കെ വരുമ്പോൾ എന്തിനാ എനിക്ക് പിരാന്തുണ്ടെങ്കിൽ ആകെ ഒരു ഞായറാഴ്ച ഒളിച്ച് പോന്ന എന്ന് പറഞ്ഞാൽ നാളെ നമ്മളും വിരലടിക്കും. ഓനെ കൂട്ടിയതാണ് പ്രശ്നമായത് പറഞ്ഞാണ്ട് അതിനാണ് ഇപ്പോൾ ഇത് പറയുന്നത്. മാത്രമല്ല അങ്ങനെ പറയാത്രേ, ലഖദ് അദല്ലനി അനിൽ ദിക്രി ബഅദ ഇദ് ജാഅനി, ഉത്ബോധനമാകുന്ന ഖുർആൻ എനിക്ക് വന്നു കിട്ടിയിട്ട് അവൻ എന്നെ പഴപ്പിച്ചു. സുഹൃത്താണ് എന്നെ പഴപ്പിച്ചത്. വകാന ശൈത്വാനു ലിൽ ഇൻസാനി ഖദൂരാ, മനുഷ്യന് ശൈത്വാന് ശത്രു തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഇനി അപ്പൊ റസൂൽ ഒരു തീരുമാനാക്കും. അള്ളാന്റെ റസൂല് മഹ്ശറയിൽ വെച്ച് ഇങ്ങനെ പറയത്രേ, വഖാല റസൂലു, റസൂല് പറയും. അവിടെ വഖാല റസൂൽ പറഞ്ഞാൽ നേരത്തെ റസൂല് പറഞ്ഞു എന്നാണ്, പറയും എന്നാണ് അവിടെ ഉദ്ദേശത്തെ. യഖൂലു റസൂൽ എന്നാണ്, പക്ഷെ അങ്ങനെ പ്രയോഗിച്ചാണ്. അതായത് എന്തായിരുന്നാലും അത് പറയുന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. യാ റബ്ബി, എന്റെ ജനങ്ങളെ, എന്റെ റബ്ബേ, ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ജനത ഈ വിശുദ്ധ ഖുർആനിനെ അവഗണിച്ചു. അങ്ങനത്തെ ഈ പറയുന്നത്. ഞാൻ ഓനെ സുഹൃത്താക്കിയിട്ടില്ല എങ്കിൽ എത്ര നന്നായിരുന്നു ഇതൊക്കെ പറയണ്ടല്ലോ. എന്റെ ജനങ്ങൾ തന്നെയാണ്, പക്ഷെ ഒരു ഖുർആൻ അവഗണിച്ചതുകൊണ്ടാണ് എന്ന് പറയുന്നൊരവസ്ഥ വരും. അപ്പൊ നമ്മൾ ഫുർഖാൻ സൂറത്തിൽ പറയുന്ന അതിന്ന് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ കഴിച്ചിലാവും. അതിൽ പെടരുത്. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. വളരെ ഗൗരവമുള്ള ആയത്തുകളാണ്. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കേട്ടോ. ഈ എന്റെ ജനത ഖുർആനിനെ അവഗണിച്ചു, മഹ്ജൂറൻ എന്ന് പറഞ്ഞതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം, ഈ ഖുർആന് പഠിച്ചിട്ട് അത് മറക്കുന്നത് പ്രത്യേകം അവിടെ ഉദ്ദേശമുണ്ട്. പരിശുദ്ധ ഖുർആനെ നമ്മൾ കാണാതെ പഠിച്ചിട്ട് അത് നമ്മൾ മറന്നു പോയാൽ ഓലെ പറ്റിയാണ് ആ പറയുന്നതെന്നാണ്. ഓല അവഗണിച്ചു. അതാണ് നമ്മളൊക്കെ ഇന്നിപ്പോൾ കുട്ടികളെ ഹാഫിദാക്കണം എന്നെല്ലാവരും പറയുന്നത്. വല്ലാതെ ഇമ കൂടണ്ട. നല്ല പ്രതിഭകളായ കുട്ടികൾക്ക് അതിന് കഴിയുന്നുണ്ടെങ്കിൽ ഓക്കെ, പിന്നെ ഓലെ നമ്മൾ ആ ഫീൽഡിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും കേട്ടോ. അല്ലാതെ ഹാഫിദ് അതിൻ്റെ ശേഷം അവനെ ഖത്തർക്കും ദുബായിക്കും പറഞ്ഞേച്ച് കണ്ട് ഓനെ അവിടെ നല്ല പണിയാണ്, നല്ല ശമ്പളമാണ് പറഞ്ഞാലേ കുട്ടികളാണ് മറക്കും. അത് ഭയങ്കര തെറ്റാണ്. ഇന്ന് അധിക രക്ഷിതാക്കൾ മനസ്സിലാകുന്നില്ല. എത്രക്കാണ് ഹിഫ്ള് കോളേജുകളാണ് അറിയാവുന്നത്, എത്രക്കാണ് ഹിഫ്ള് കോളേജുകളാണ്. നല്ല കാര്യമാണ്, ഭയങ്കര കൂലിയാണ്, പഠിച്ചാൽ ഭയങ്കര കൂലിയാണ്. മക്കള് പഠിച്ചിട്ട് നമുക്ക് വലിയ മുതലുമാണ്, സമ്പത്തുമാണ്.
പക്ഷെ കുട്ടികളെ അയിമ തന്നെ കൂടണം. ഓലെ എപ്പോഴും എടുത്ത് ഓതേണ്ടി വരും, അല്ലെങ്കിൽ മറക്കും. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് കുറേ ഹാഫിലിങ്ങളൊക്കെ അതൊക്കെ നല്ല ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഓരിങ്ങനെ ആവർത്തിച്ച് അത് പഠിഞ്ഞല്ല, ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ട ആവർത്തനം കഴിഞ്ഞു എന്നല്ല, മറക്കും. ഇന്നാഴത്തേനൊക്കെ വരെ നമ്മൾ പീതാസുലസിലെത്തി കുട്ടികളോട് ചോദിച്ചു നോക്കി, ഇത് പരീക്ഷയൊക്കെ ഓതി കൊടുത്താണല്ലോ ഒന്ന് ഓദിക്കാൻ മോനെ പറഞ്ഞാൽ ഓത്തൊക്കെ വിസ്മയൊക്കെ പേരും തുറക്കാൻ തുടങ്ങും, പിന്നെ പോകില്ല വണ്ടി മുന്നോട്ട്, മറന്നു. ഇത് ഭയങ്കര കുറ്റാണ്, ഭയങ്കര കുറ്റമാണ്. നമ്മളിന്ന് ഗർഭിണിയാവുമ്പോൾ തന്നെ പെണ്ണുങ്ങൾ പറയാണ് ഞാൻ ഹാഫിളാക്കും. ഈ കുട്ടികൾക്ക് അതിന് കഴിയുമല്ലേ എന്ന് കൂടി നമ്മൾ നോക്കണ്ട. മറക്കേ അത് പറഞ്ഞാൽ ഖുർആന്റെ ആയത്തിലൊക്കെ ഭയങ്കര സമാനതകളാണ്. അതാണ് ഖുർആന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അതിന്റെ തുടക്കം അതിന്റെ വിരാമം ഭയങ്കര ബന്ധങ്ങൾ എങ്ങനെയാണ്, വേഗം മാറും. ഈ മാറാതിരിക്കാൻ നിരന്തര ഓതണം എന്നുള്ളതാണ്, നിരന്തരം ഓതണം. സഹാബത്ത് അങ്ങനെ ആയിരുന്നേ, ഹാഫിളീങ്ങളൊക്കെ ഒരു നിരന്തരം ഓതിയിരുന്നു, നിരന്തരം. അപ്പോൾ നമ്മൾ അതിനൊക്കെ കഴിയുന്നുണ്ടെങ്കിൽ, ഞാൻ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അത് തന്നെ നമ്മളാണ് തീരുമാനിക്കരുത്. കുട്ടികൾക്ക് അതിന് കഴിയും വേണം. പിന്നെ നമ്മൾ ആ ഫീൽഡിൽ തന്നെ കുട്ടികളെ എന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലാതെ നമ്മൾ പിന്നെ ആൾക്കാരോടൊക്കെ പറയും എൻ്റെ ഒരു കുട്ടി ഹാഫിളുണ്ട് അറിയും, ഓനിപ്പോൾ എവിടെയാണ് പോയിട്ട് എന്ന് ചോദിച്ചാൽ ഓന് പിന്നെ മറ്റേ കമ്പനിയിലാണ് അറിയാം, സാംസങ്ങിൻ്റെ കമ്പനിയിലാണ്, മറ്റേ എവിടെയാണ്, വലിയ വലിയ ഓഫീസുകളിലേക്കാണ്, നല്ല ശമ്പളം ഉണ്ടാവും. പക്ഷെ ഇതിനോടൊരു ബന്ധം ഉണ്ടാവില്ല. ആ കുട്ടിയൊക്കെ തന്നെ ഒരു കുറ്റബോധം ഉണ്ടാവും. മറന്നുകൂടി ഞാൻ എവിടേക്കെങ്കിലും പോകുമ്പോൾ ഇവനെ അത് മോനല്ലേ ഹാഫിളാണ് എന്നറിയുമ്പോൾ, വാപ്പ പറയുമ്പോൾ ഓ മനസ്സിലിങ്ങനെ കരുതും ഒക്കെ വിട്ടുക്കണു കേട്ടോ, അതൊക്കെ വിട്ടുകണ് എന്ന് കരുതും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഈ പിന്നെ മഹ്ജൂറിന്റെ തഫ്സീറിൽ ആ കാര്യമുണ്ട്. ഞാൻ ആലത്തൂർപടി ഖുർആൻ ക്ലാസ്സിൽ ഇത് പറഞ്ഞപ്പോഴേ അവിടെ 40 ഹാഫിളീങ്ങളുണ്ട് ദർശനത്തിൽ തന്നെ, 40 ജില്ലാന ഹാഫിളീങ്ങളുണ്ട്. അതിൽ കുറേ ഹാഫിളീങ്ങൾ എൻ്റെ അടുത്ത് വന്നു. ഒരു ബേജാറായി, അതിന് തന്നെ കൂടണമെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറ്റൂലല്ലോ അപ്പോൾ അത്. അപ്പോൾ അതാണ് നമ്മൾ എല്ലാം ശ്രദ്ധിക്കണം. അള്ളാഹു താല നമ്മളെ കുട്ടികൾക്കൊക്കെ നല്ല ഇൽമ് അള്ളാഹു താല പ്രദാനം ചെയ്യട്ടെ. ഇനി ആരില്ല ഇഫ്തിന് പറഞ്ഞിട്ട് ബേജാറാണ്ട കേട്ടോ, ഇനി പിന്നെ ഇടങ്ങേറാണ്ട ബേജാറാണ്ട. ഞാൻ പറയേണ്ട എന്താ അറിയോ, ആ കുട്ടികളെ നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കണം, ഓല അയിമ തന്നെ കൂടണം. അതിൽ വലിയ വർക്കത്തുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ റമളാനിലൊക്കെ ഓതുന്നവർക്കൊക്കെ, തറാവിയിലൊക്കെ ഓതുന്നവർക്കൊക്കെ ഈ ആവർത്തിക്കാനുള്ള അവസരങ്ങൾ കിട്ടും. പിന്നെ ഹിഫ്ള് കോളേജിൽ തന്നെ പഠിപ്പിക്കുന്ന ഹാഫിളീങ്ങളായ അധ്യാപകന്മാർക്ക് പോലും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അയിമ തന്നെ കൂടുമ്പോഴും അവസരങ്ങളുണ്ട്. അതന്നെ വേണം, പള്ളിയിലൊക്കെ ജോലി വേണം, അപ്പോഴേ അത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഏതായിരുന്നാലും അങ്ങനെയാണ് ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹു തആല എന്നെ സംരക്ഷിക്കും. എല്ലാ മുസാഹിഫിന്റെ കോപ്പി നശിപ്പിക്കപ്പെട്ടാൽ പോലും ഇതിവിടെ നിലനിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ ഹാഫിളീങ്ങൾ വേണം. അതവിടെ അള്ളാഹു തആല ഏറ്റ കാര്യമുള്ളൂ, അത് നടക്കും. അള്ളാഹു തആല നമുക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, ആമീൻ. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞത് അള്ളാഹ് ഉദ്ദേശിച്ചെങ്കിൽ ഞങ്ങളും ഞങ്ങളുടെ പിന്നെ പിതാക്കളും ഒക്കെ നന്നാവുമായിരുന്നു എന്നാണല്ലോ. അപ്പോൾ അതിന് അള്ളാഹ് മറുപടി കൊടുക്കുകയാണ് ഈ ആയത്തിലൂടെ, നമ്മൾ ഓതി വെച്ച ലാസ്റ്റ് ആയത്തിലൂടെ. ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ, നബിയെ അങ്ങ് പറയുക, അള്ളാഹുവിൻ്റെ അരികിലാണ് വ്യക്തമായ പരിപൂർണമായ തെളിവുകളുള്ളത്. അപ്പോൾ ദൂതന്മാരയക്കും, ദൂതന്മാരെ മാത്രമല്ല അവന് വേദഗ്രന്ഥവും ആ കൂട്ടത്തിൽ അയച്ചിട്ട് എല്ലാ തെളിവും, അള്ളാഹ് ഏകനാണ്, എല്ലാ കാര്യങ്ങൾക്കും തെളിവുകളും പടച്ചോൻ തരും. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ ആ പാത അള്ളാഹു തആല നിശ്ചയിച്ചു ചെയ്യും. വലൗ ശാഅ ലഹദാകും അജ്മഈൻ, അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവനും അവൻ ഹിദായത്തിലാക്കുമായിരുന്നു. അത് നിങ്ങൾ ഇങ്ങോട്ട് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇതൊരു പരീക്ഷണമാണ്. ഇബ്ലീസിനെ വെച്ച് ഒന്നും ചെയ്തു, ഒരു പ്രതികൂല സാഹചര്യങ്ങൾ തരും. അങ്ങനെയാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. ഇങ്ങോട്ട് പഠിച്ചോ നോക്കുകയാണ്, ആര് അംഗീകരിക്കും ആര് അംഗീകരിക്കൂല. ഇതൊക്കെ സ്വീകരിക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ ഇന്ന് ഒരു 10 മിനിറ്റ് നേരത്തെ ഒന്ന് നിർത്തുന്നുണ്ട്. അതായത് എൻ്റെ മൂത്തമ്മ കഴിഞ്ഞ ഈ ആഴ്ചയിൽ മരണപ്പെട്ടു. മൂത്തമ്മ പറഞ്ഞാൽ എൻ്റെ മുലകുടി ബന്ധത്തിലൂടെ എൻ്റെ ഉമ്മ കൂടിയാണ്. എനിക്ക് മുല വന്നിട്ടുണ്ട് അന്ന് ചെറുപ്പത്തിൽ. അപ്പോൾ മരണപ്പെട്ടപ്പോൾ ഇന്ന് 7ആണ്. എൻ്റെ പെരിയിൽ പരിപാടി പറഞ്ഞാൽ മരക്കണം. നമ്മൾ ഖുർആൻ ക്ലാസ് ഒരിക്കലും മുടങ്ങരുത് എന്നുള്ളതുകൊണ്ട് അടുത്ത ഉസ്താദ്മാരോടൊക്കെ കുറച്ച് വൈകിയാണ് വരാൻ പറഞ്ഞേക്കാണ്. ഓലെത്തുന്നതിന് മുമ്പ് കടത്തണം എന്ന് കണ്ടിട്ട്, എന്നാലും നമ്മളെ ക്ലാസ് മുടങ്ങരുത് എന്ന് കരുതിയിട്ട്.
അപ്പോൾ അത് മനസ്സിലാക്കി നമ്മളെ ക്ലാസ് ഒരു വിധം കഴിയുമെങ്കിൽ നമ്മളെ ക്ലാസ് ഒഴിവാവില്ല. അത്ര അസുഖവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു തലക്ക് ജീവുണ്ടെങ്കിൽ നമ്മൾ വരും. കാരണം ഇത് മുടങ്ങാൻ പാടില്ല എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ആൾക്കാർ അടുത്ത ആറാഴ്ച ഉണ്ടാവില്ല, അടുത്ത ആഴ്ച പെരുന്നാളല്ലേ, അടുത്ത ആറാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്ക് ഒഴിവാക്കാം. രണ്ടാമത്തെ പെരുന്നാളല്ലേ, അപ്പോൾ നമുക്ക് അന്ന് അടുത്ത ആഴ്ച നമുക്ക് ഒഴിവാക്കാം. അല്ല പറയാൻ പറഞ്ഞാണ് സ്ഥലമൊക്കെ പറഞ്ഞാണ് ലാസ്റ്റ് പറയാൻ കരുതാൻ. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ ബാക്കി നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ. നമ്മൾ ഓതി വെച്ചൊന്ന് അർത്ഥമാക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعلى الذين هادوا حرمنا كل ذي ظفر. യഹൂദികളായ ആളുകളുടെ മേലിൽ നഖമുള്ള എല്ലാ ജീവികളെയും നാം നിഷിദ്ധമാക്കി. വമിനൽ ബഖരി വൽ ഗനമി ഹറംനാ അലൈഹിം ശുഹൂമഹുമാ. അതുപോലെ മാടിൽ നിന്നും ആടിൽ നിന്നും അവരുടെ മേലിൽ അവകളുടെ അത് രണ്ടിന്റെയും കൊഴുപ്പുകളെയും നിഷിദ്ധമാക്കി. ഇല്ലാ മാ ഹമലത്ത് ളുഹൂറുഹുമാ. അവകളുടെ മുതുകുകളിലുള്ളതൊഴികെ. അവിൽ ഹവായ കുടലുകളിൽ പറ്റിപ്പിടിച്ചതും എല്ലുകളിലോട് ചേർന്ന് നിൽക്കുന്നവയും ഒഴികെ. ആ യഹൂദികളുടെ ധിക്കാരം കാരണമാണ് അവർക്ക് നാം കൊടുത്തൊരു പ്രതിഫലമാണിത്. നാം പറയുന്നത് സത്യമാണ്. فإن كذبوك فقل ربكم ذو رحمة واسعة. അവർ അങ്ങയെ നിഷേധിക്കുകയാണെങ്കിൽ അങ്ങ് അവരോട് പറയുക, നിങ്ങളുടെ റബ്ബ് വിശാലമായി കരുണ ചെയ്യുന്നവനാണ്. വലാ യുറദ്ദു ബഅ്സുഹു അനിൽ ഖൗമിൽ മുജ്രിമീൻ. കുറ്റവാളികളായ ഒരു ജനതയിൽ നിന്ന് അവന്റെ ശിക്ഷ ഒരിക്കലും തട്ടിമാറ്റപ്പെടുകയില്ല. സയഖൂലുല്ലദീന അശ്റകൂ. മുശ്രിക്കീങ്ങളായ ആളുകൾ പറയും, ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങളോ ഞങ്ങളുടെ പിതാക്കളോ ബഹുദൈവ വിശ്വാസികളാകുമായിരുന്നില്ല. വലാ ഹറംനാ മിൻ ശൈഅ. ഞങ്ങൾ ഒന്നും നിഷിദ്ധമാക്കുകയും ചെയ്യുമായിരുന്നില്ല. കദാലിക കസ്സബല്ലദീന മിൻ ഖബ്ലിഹിം. അപ്രകാരം ഇവർക്ക് മുമ്പുള്ളവരും സത്യത്തെ നിഷേധിച്ചു. ഏതുവരെ? ഹത്താ ദാഖൂ ബൽസനാ. അപ്പോൾ അവർ നമ്മളെ ശിക്ഷയെ അവർ ആസ്വദിക്കുന്നത് വരെ, അനുഭവിക്കുന്നത് വരെ. ഖുൽ ഹൽ ഇൻദകും മിൻ ഇൽമിൻ ഫതുഖ്രിജൂഹു ലനാ. അങ്ങ് അവരോട് ചോദിക്കുക, നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും അറിവ് വെളിപ്പെടുത്താനുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരി. ഇൻ തത്തബിഊന ഇല്ലല്ലൻ. നിങ്ങൾ വെറും ഊഹാപോഹങ്ങളെ പിൻപറ്റുന്നവരാണ്. വഇൻ അൻതും ഇല്ലാ തഖ്റുസൂൻ. നിങ്ങൾ പച്ചക്കള്ളം പറയുന്നവരാണ്. ഖുൽ ഫലില്ലാഹിൽ ഹുജ്ജത്തുൽ ബാലിഗ. പരിപൂർണമായ വ്യക്തമായ രേഖ, അത് തെളിവുകൾ അല്ലാഹുവിന്റെ അരികിലാണ്. ഫലൗ ശാഅ ലഹദാകും അജ്മഈൻ. അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നിങ്ങളെ മുഴുവനും അവൻ നേർമാർഗത്തിലാക്കും എന്നേനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅലല്ലദീന ഹാദൂ ഹറംനാ കുല്ല ദീ ളുഫുർ ومن البقر والغنم حرمنا عليهم شحومهما إلا ما حملت ظهورهما أو الحوايا أو ما اختلط بعظم ذلك جزيناهم ببغيهم وإنا لصادقون. فإن كذبوك فقل ربكم ذو رحمة واسعة ولا يرد بأسه عن القوم المجرمين.
سيقول الذين أشركوا لو شاء الله ما أشركنا ولا آباؤنا ولا حرمنا من شيء كذلك كذب الذين من قبلهم حتى ذاقوا بأسنا قل هل عندكم من علم فتخرجوه لنا إن تتبعون إلا الظن وإن أنتم إلا تخرصون قل فلله الحجة البالغة فلو شاء لهداكم أجمعين.